प्रभु के नाम की महिमा हो। ദേവനാമത്തിന് മഹത്വം. आज एक बार और यहाँ पे प्रभु ने मुझे लेके आया। ഒരു വട്ടം കൂടി ദൈവം എന്നെ ഇവിടുന്ന് കൊണ്ടുവന്നു. ये प्रभु का बहुत बड़ा योजना है। ഈ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. मेरा कोई प्लान था नहीं यहाँ पे आने का। ഇവിടെ വരാനുള്ള ഒരു പ്ലാൻ എനിക്കില്ലായിരുന്നു. पिछले महीने मुझे मन था यहाँ आने का, लेकिन कोई प्लान था नहीं। കഴിഞ്ഞ മാസം ഇവിടെ വരാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഒരു പ്ലാനും ഇല്ലായിരുന്നു. लेकिन जल्दी से कुछ प्लान हुआ, एक दो चीज के लिए यहाँ पे आना था, प्रभु यहाँ पे लेके आया। പക്ഷേ വേഗത്തിൽ ഒരു പ്ലാൻ ഇങ്ങനെ ഉണ്ടായി, ദൈവം എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. और जब मैं यहाँ पे आने का प्लान किया तो मेरा मन था कि मैं इधर ही आराधना में आऊँ। ഇവിടെ വരാൻ ഞാൻ പ്ലാൻ ആയപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചു ഇവിടെ തന്നെ എനിക്ക് ആരാധന കൂടണം. क्योंकि वो लगाव आपसे मुझे है। കാരണം എനിക്ക് നിങ്ങളോട് ആ ഒരു അടുപ്പമുണ്ട്. प्रभु का प्रेम हमको जोड़ता है। ദൈവത്തിന്റെ സ്നേഹം നമ്മെ ഒന്നിപ്പിക്കുന്നു. प्रभु का प्रेम हमको अलग नहीं करता। ദൈവത്തിന്റെ സ്നേഹം നമ്മെ വേർപിരിക്കത്തില്ല. और आज प्रभु का प्रेम हमको एक बार और जोड़ रहा है। ഇന്ന് വീണ്ടും ആ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ഒരിക്കൽ കൂടി ഇവിടെ നമ്മളെ കൂട്ടുന്നു. प्रभु के दास यहाँ पे नहीं है, वो तो यूएस में है। ദേവദാസൻ ഇവിടെ ഇല്ല, യുഎസിലാണ്. उसका दुख हमको बहुत है। അതിന്റെ വിഷമം നമുക്കുണ്ട്. हमको बहुत है। എനിക്ക് ഒത്തിരിയുണ്ട്. लेकिन अच्छा लगा कि आप सबसे दोबारा मिल पाया। വീണ്ടും നിങ്ങളെല്ലാം കാണുവാനൊരു അവസരം കിട്ടി. आप सबका नाम लेने का सबका नाम मुझे लेने का मन कर रहा है, എല്ലാവരുടെയും പേരെടുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. लेकिन स्पेशली शांति आंटी एंड फैमिली को मैं थैंक यू कहता हूँ। സ്പെഷ്യലി സാൻഡി ആൻറ്റി ആൻഡ് ഫാമിലിക്ക് ഞാൻ നന്ദി പറയുന്നു. परमेश्वर आप लोग को अनुग्रह करे। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु यीशु दोबारा नहीं आया, യേശു വീണ്ടും വന്നിട്ടില്ല. इसका मतलब ये है कि हमको एक और चांस आज मिल रहा है, അതിന്റെ അർത്ഥം ഇതാണ്, നമുക്ക് ഒരു അവസരം കൂടി ഇന്ന് ഇവിടെ ലഭിക്കുന്നു. ताकि हम पवित्र बनकर जिए। കാരണം നാം പവിത്രരായി തീരേണ്ടതിന് वचन हमसे बोलता है कि तुम पवित्र बनो। വചനം പറയുന്നു, നിങ്ങൾ വിശുദ്ധരാകുവിൻ. जैसे मैं पवित्र हूँ तुम पवित्र बनो। ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. पवित्रता सबसे बड़ा प्रायोरिटी हमारे लाइफ में होना चाहिए। നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖ്യ സ്ഥാനം നാം വിശുദ്ധിക്ക് കൊടുക്കണം. लेकिन मसीह जीवन में हमको प्रायोरिटी और चीजों में है। പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേറെ പല കാര്യങ്ങളിലും നമുക്ക് മുഖ്യത കൊടുക്കാറുണ്ട്. हमारा प्रायोरिटी धन में है, നമ്മുടെ പ്രയോറിറ്റി പണത്തിലാണ്. हमारा प्रायोरिटी फेम में है, നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ഫേമസ് ആകുന്നതിലാണ്. हमारा प्रायोरिटी खाना खाने में है। നമ്മുടെ പ്രയോറിറ്റി ഭക്ഷണം കഴിക്കുന്നതിലാണ്. कुछ लोग जीते हैं खाना खाने के लिए। ചിലവർ ജീവിക്കുന്നതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. उन लोगों को खाना हमेशा चाहिए। അവർക്ക് ഭക്ഷണം എപ്പോഴും വേണം. घर में खाना है तब भी बाहर से खाएंगे। വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കും. घर में अच्छा चावल बनता है, വീട്ടിൽ നല്ല ചോറ് വേകാറുണ്ട്, लेकिन तब भी बाहर से ही खाने का मन करता है। എന്നാലും നമുക്ക് പുറത്തുനിന്നേ കഴിക്കാൻ തോന്നാറുള്ളൂ. अगर आज रोटी खाए, നാം ഇപ്പം ഇവിടെ ഭക്ഷണം കഴിച്ചാലും, अगर आज रोटी खाए ഇന്ന് റോട്ടി നാം കഴിച്ചാൽ तो कल चाइनीज खाएंगे, നാളെ നമ്മൾ ചൈനീസ് കഴിക്കും, परसों फ्रेंच खाएंगे। മറ്റന്നാൾ ഫ്രഞ്ച് കഴിക്കും. मुंह में पानी आता है, വായിൽ വെള്ളം വരും. क्योंकि हमको शरीर को बड़ा करना है। കാരണം നമുക്ക് നമ്മുടെ ശരീരത്തെ വലുതാക്കണം. आत्मा को बड़ा करने का मन नहीं करता। ആത്മാവിനെ വലുതാക്കുവാനുള്ള ഒരു ആഗ്രഹം നമുക്കില്ല. आज सुबह एक मौका और मिला है, ഇന്ന് പകൽക്കാലം ഒരു അവസരം കൂടി വീണ്ടും ലഭിച്ചിരിക്കുന്നു. शायद ये हमारा लास्ट चांस होगा। ചിലപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ നിമിഷമായിരിക്കാം. इस मौके को आप खोना मत। ഈ അവസരത്തെ നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. Don't lose your last chance। ഈ അവസരത്തെ നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. पिछले एक साल से കഴിഞ്ഞ ഒരു വർഷത്തോളം मेरे पारिवारिक जीवन के अंदर हम लोग बहुत क्लेश से गुजरे। എൻ്റെ കുടുംബ ജീവിതത്തിൽ ഭയങ്കരമായ ഞങ്ങൾ ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകേണ്ടി വന്നു. एक प्रॉब्लम शुरू हो के खत्म होने के पहले अगला प्रॉब्लम शुरू होता, ഒരു പ്രോബ്ലം വന്ന് തീരുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നം, वो खत्म होने के जस्ट पहले अगला प्रॉब्लम शुरू होता। അത് പ്രശ്നം തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രശ്നം. वो होते होते लास्ट 1.5 months में बहुत पीक पे पहुंच गया। അത് അങ്ങനെ പ്രശ്നം വന്ന് 1.5 വർഷം ആയപ്പോഴത്തേക്ക് അത് അതിന്റെ पिछले 1.5 months में 1.5 മാസങ്ങളായിട്ട് അതിന്റെ ഒരു പീക്ക് ലെവലിലെത്തി. जल्दी से क्या हुआ कि हम लोग गोवा में गए थे एक मीटिंग के लिए പെട്ടെന്ന് എന്താ പറ്റി, ഞങ്ങൾ ഗോവയിൽ പോയായിരുന്നു കുടുംബമായി. वहाँ पे एक दो संभव हुआ जहाँ पर प्रभु ने हम लोग को बचा दिया। അവിടെ 1-2 സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായി, പക്ഷെ ദൈവം നമ്മെ രക്ഷിച്ചു. मेरा जो गाड़ी जो हम चला रहे थे वो गड्ढे में गिर गया, ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ഒരു കുഴിയിൽ വീണുപോയി, लेकिन हम लोग बच गए। പക്ഷെ ഞങ്ങൾ രക്ഷപ്പെട്ടു. मैं दुकान पे गया था, वाइफ और बच्चे गाड़ी में थे गोवा में। ഞങ്ങൾ കടയിൽ പോയി, हम दुकान में गए, मैं ഞാൻ കടയിൽ പോയി, और मेरे
पत्नी और बच्चे गाड़ी में थे। എന്റെ ഭാര്യയും കുഞ്ഞും കാറിലായിരുന്നു. मैं हैंड ब्रेक डालना भूल गया, हैंड ब्रेक भूल गया मैं। ഞാൻ ഹാൻഡ് ബ്രേക്ക് മറന്നുപോയി. सामने गड्ढे में गाड़ी गिर गया, मतलब आधा गिर गया। കുഴിയിൽ പകുതി വണ്ടി വീണുപോയി. मेरी वाइफ बोली अरे जल्दी वापस आओ, गाड़ी गड्ढे में गिर गया। എന്റെ ഭാര്യ പറഞ്ഞു പെട്ടെന്ന് വാ, വണ്ടി കുഴിയിൽ लेकिन വീണു. प्रभु की दया से मैंने बाहर निकाला, खुद से बाहर निकाला। ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആ വണ്ടി പിന്നെ തന്നെ പുറത്തെടുക്കാനിടയായി. उसी ट्रिप में मेरा बच्चा स्विमिंग पूल में ऑलमोस्ट डूब गया, मेरा बड़ा बेटा। ആ ട്രിപ്പിൽ എന്റെ മൂത്ത മകൻ പൂളിൽ ഓൾമോസ്റ്റ് മുങ്ങിപ്പോയി. लेकिन he was just 3.5, वो अपने आप बाहर खड़ा हो गया, बच गया वो। പക്ഷെ തന്നെത്താൻ അവൻ പൊങ്ങി വന്നു, അവൻ രക്ഷപ്പെട്ടു. मैं प्रभु का महिमा किया। ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. जब वापस बैंगलोर में पहुंचा तो मालूम पड़ा कि मेरी वाइफ थर्ड प्रेग्नेंट है, तीसरा बच्चा हम एक्सपेक्ट कर रहे थे। ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞു എന്റെ ഭാര്യ മൂന്നാമത് കൺസീവ് ചെയ്തിരിക്കുന്നു. तीसरे महीने में आते ही उसको बहुत दिक्कत हुआ। മൂന്നാം മാസം ആയപ്പോൾ തന്നെ ഇച്ചിരി പ്രശ്നങ്ങൾ വന്നു. पिछले महीने we lost the third baby। കഴിഞ്ഞ മാസം ഞങ്ങൾ ആ മൂന്നാമത്തെ ബേബി ഞങ്ങൾ ലോസ് ചെയ്തു. जब हम वाइफ को स्कैन करने के लिए, फर्स्ट स्कैन के लिए हम जा रहे थे, हॉस्पिटल जा रहे थे। വൈഫിനെ ഞങ്ങൾ ആദ്യത്തെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി जाने के समय में मेरी छोटी बेटी बहुत सीवियर फीवर था उसको। എന്റെ ഇളയ മകൾക്ക് ഭയങ്കര പനിയായിരുന്നു. बेटे को भी बहुत, he was very unwell। മകനും ഒട്ടും വയ്യായിരുന്നു. तो मैं रोड साइड पार्किंग में मैं बच्चों को लेके बैठा हुआ था। ഞാൻ ഇങ്ങനെ പാർക്കിങ്ങിൽ രണ്ട് മക്കളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. तो वाइफ गई हुई थी लैबोरेटरी में। എന്റെ ഭാര്യ പോയിരുന്നു ലാബിൽ. तो हम दोनों को हम ऐसे बोल रहे हैं इट्स ओके तुम लोग ठीक हो जाओगे करके मैं उनको बोल रहा हूँ। ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുഴപ്പമില്ല അല്ല ശരിയാകും എന്ന് പറയുന്നുണ്ട്. तो वाइफ वापस आके बोलती है थर्ड बेबी इज गॉन। വൈഫ് തിരിച്ചു വന്നു പറഞ്ഞു മൂന്നാമത്തെ കുഞ്ഞ് മരിച്ചുപോയി. मैंने उसे बोला कि एक बात तुझसे बताता हूँ मैं। ഞാൻ ഒരു കാര്യം പറഞ്ഞു. Let's not complain to God। നാം ദൈവത്തോട് പരാതി പറയണ്ട. Let's not murmur to God। നാം ദൈവത്തോട് പുറവുറുക്കണ്ട. प्रभु ने हमारे सब कुछ अच्छा किया है। ദൈവം നമുക്ക് എല്ലാം നല്ലത് ചെയ്തു. He has been a good God। അവൻ നമുക്ക് നല്ലവൻ. He has been a really good God। അവൻ നമുക്ക് വാസ്തവത്തിൽ നല്ലവൻ. जब अच्छाई आए നമുക്ക് നല്ലത് വന്നാലും तो प्रभु अच्छा है। അപ്പോൾ ദൈവം നല്ലവൻ. जब बुराई आए നമുക്ക് കഷ്ടം तो വന്നാൽ प्रभु खराब नहीं है। He is a good God। ദൈവം ആ സമയത്ത് നല്ലവനാണ്. वो खत्म हुआ, हम लोग रिकवर कर रहे थे उसमें से। അത് നമ്മൾ റിക്കവർ ആയി വരുന്ന സമയത്ത് वो रिकवर होते होते आते ही मेरा बड़ा बेटे को निमोनिया हो गया। പിന്നെ അതിനുശേഷം എന്റെ മൂത്ത മകന് ന്യൂമോണിയ ആയി. वो सीवियर हो गया। അത് സീവിയർ ആയി. आपको मालूम है कि मैं दवाई नहीं खाता हूँ। നിങ്ങൾക്കറിയാം ഞാൻ മരുന്ന് കഴിക്കാറില്ല. लेकिन हम लोग रात भर प्रार्थना किए। പക്ഷെ ഞങ്ങൾ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. वो बहुत दिन ऐसे चला गया। അതിങ്ങനെ ഒത്തിരി ദിവസം കടന്നുപോയി. बहुत दिन हो गया। प्रभु की आत्मा ने एक आंटी के द्वारा फोन करवाया हमको। ഒരു ദിവസം ഒരു രാത്രി ഒരു ആന്റി ഒരു ഫോൺ ചെയ്തു. मैं उनको जानता भी नहीं कि वो कौन है। ഞാൻ അറിയത്തു പോലുമില്ല അവരാരാ. उन्होंने बोला पास्टर। അവർ പറഞ്ഞു പാസ്റ്ററെ, जिस प्रकार इयोब को प्रभु ने सौंप दिया, ഇയ്യോബിനെ എങ്ങനെയാണോ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്, God has given you। ദൈവം അങ്ങനെ God has ഏൽപ്പിച്ചിരിക്കുന്നു. given you। ദൈവം അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു. उन्होंने बोला अगले हफ्ते आज से 6 दिन बाद ഇന്ന് തൊട്ട് 6-ാം ദിവസത്തിന് ശേഷം 7वें दिन तुम्हारा बेटा हील होगा। 7-ാം ദിവസം നിങ്ങളുടെ മകൻ സൗഖ്യം പ്രാപിക്കും. मैंने उसको बिलीव किया। ഞാൻ അത് വിശ്വസിച്ചു. 6वां दिन खत्म, 7th day morning he was completely all right। 6-ാം ദിവസം തീർന്നു, 7-ാം ദിവസമായപ്പോൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു. परमेश्वर महान है। ദൈവം വലിയവൻ. वो आदर के योग्य है। അവൻ ആദരത്തിന് യോഗ്യൻ. आमीन। वो परमेश्वर हमको हमारा हाथ छोड़ता नहीं है। അവൻ നമ്മെ കരം വിടാത്ത ദൈവം. हमारा परमेश्वर हमारे लिए अच्छा ही करता है। അവൻ നമുക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. Even though I walk through the valley of shadow of death, ഞാൻ അന്ധകാരത്തിന്റെ മരണത്തിന് താഴ്വയിൽ കൂടി നടന്നാലും, चाहे मैं घोर अंधेरे में से चलूं, ഞാൻ കൂരിൽ താഴ്വയിൽ കൂടി നടന്നാലും, I will fear no evil। ഞാൻ ഒരു ദുഷ്ടതയും പേടിക്കത്തില്ല. Even though I walk through the valley of shadow of death, ഞാൻ മരണത്തിന്റെ താഴ്വയിൽ കൂടി നടന്നാലും, I will fear no evil। ഞാൻ ഒരു ദുഷ്ടപിശാചിനെയും ഭയക്കത്തില്ല. Because your rod and your staff they comfort me। കാരണം നീ എനിക്ക് വടിയും ചെങ്കോലുമായിരിക്കുന്നു. आमीन। आज तो आपका दर्द है, वो कल आपके लिए अनुग्रह बनेगा। ഇന്ന് നിങ്ങൾക്ക് വരുന്ന കഷ്ടം നാളെ നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണം. आज का आंधी आपको अनुग्रह बनेगा। ഇന്ന് വന്ന നിങ്ങളുടെ കഷ്ടം നാളെ നിങ്ങൾക്ക് അനുഗ്രഹം. और इसी कारण से always remember to praise and thank God। അതുകൊണ്ട് ഞാൻ ആ സഹോദരിക്ക് നന്ദി പറയുന്നു. Yes, इसीलिए आप सब लोग आराम से, कोई दिक्कत, इसीलिए आप लोग सब लोग प्रभु का धन्यवाद, ദൈവത്തെ നിങ്ങൾ ഉയർത്തണം, ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം കേട്ടോ. സമയം കിട്ടുമ്പോൾ എല്ലാം നന്ദി പറഞ്ഞോണം. जब मौका मिले प्रभु की आराधना करना। हालेलुया। എപ്പോഴൊക്കെ അവസരം കിട്ടിയാൽ ദൈവത്തിന് നന്ദി പറയണം. आमीन। परमेश्वर का प्रेम बहुत गहरा है। ദൈവത്തിന്റെ സ്നേഹം ആഴമുള്ളതാണ്. उसका गहराई मालूम करना बहुत मुश्किल है। ആ ആഴം മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. थैंक यू। परमेश्वर कौन है हमको मालूम करना चाहिए। Who is God? ദൈവം ആരാ എന്ന് നാം അറിയണം. हम पढ़ेंगे इब्रानियों उसका पहला अध्याय, നമുക്ക് വായിക്കാം ഹീബ്രു 12-ാം അധ്യായം उसका 1 का 3। 1-ന്റെ 3-ാം വാക്യം. प्रभु यीशु कौन है?
യേശു ആരാണ്? हाँ कोई पढ़ लो हिंदी में. उसकी महिमा का प्रकाश और तत्व का छाप है. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. I mean, he is the brightness of his glory അവൻ അവന്റെ മഹത്വത്തിന്റെ പ്രഭയും and the express image of his person. അവന്റെ വ്യക്തിത്വത്തെ പ്രകടമാക്കുന്ന ഒരു ശരീരം. हमारा यीशु पिता का एग्जैक्ट इमेज है. നമ്മുടെ യേശു പിതാവിന്റെ അതേ സാദൃശ്യം. मतलब 1 is equal to 1 बोलते हैं ना, 1 is equals to 1 എന്ന് പറയുന്നത് പോലെ 2 is equal to 2 बोलते हैं. 2 is equals to 2 എന്ന് പറയുന്നത് പോലെ यीशु मसीह एक्सप्रेस इमेज पिता का. യേശു കർത്താവ് ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലാണ്. वो परमेश्वर जो आदि में वचन था, ആ ദൈവം ആദിയിൽ വചനമായിരുന്നു. was the express image of the father. അത് അതേ സാദൃശ്യത്തിലായിരുന്നു, പിതാവിന്റെ അതേ സാദൃശ്യം. वो इमेज जो था, जो प्रभु के पिता के समान था, ആ സാദൃശ്യം ദൈവത്തിന്റെ പോലെയായിരുന്നു. वो इमेज को महिमा छोड़कर उसी इमेज में उतर के आया. ആ സാദൃശ്യം സ്വന്തം മഹത്വത്തെ വിട്ട് കളഞ്ഞിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. स्वर्गीय महिमा को छोड़कर, സ്വർഗീയ മഹത്വത്തെ വെടിഞ്ഞു वो കളഞ്ഞ് महिमा को छोड़कर इमेज में उतर के आया. ആ മഹത്വത്തെ വിട്ട് കളഞ്ഞിട്ട് ഒരു സാദൃശ്യമായി ഇറങ്ങി വന്നു. और वो वचन जो महिमा छोड़ के उतर के आया, ആ വചനം മഹത്വത്തെ വിട്ട് ഇറങ്ങി വന്നു. वो महिमा छोड़ के उतरा, वो इमेज हमारे और आपके समान है. ആ മഹത്വം വിട്ടിറങ്ങി വന്ന വചനം എന്റെയും നിങ്ങളെയും പോലെയാണ്. We are in God's image. നാം ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. जैसे परमेश्वर है वैसे हम भी हैं. എങ്ങനെയാണോ ദൈവം അതുപോലെ നാമും. And he dwelt among men. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ही वचन जड़ बना, വചനം ജഡമായി തീർന്നു. वो जड़ हमारे बीच में वास किया. ആ ജഡം നമ്മുടെ മധ്യത്തിൽ വസിച്ചു. वो जड़ हमारे बीच में आया ताकि हम we become like God himself. I mean like Jesus Christ. ആ ജഡം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നു, കാരണം നാമും ആ ദൈവത്തെ പോലെ ആകേണ്ടതിന്. वचन कहता है, വചനം പറയുന്നു, you are fearfully and wonderfully made. നിങ്ങൾ ഭയത്തോടെയും അതിശയത്തോടെയും സൃഷ്ടിക്കപ്പെട്ടു. ऐसा क्यों लिखा हुआ है? അങ്ങനെ എന്തിനാ എഴുതിയിരിക്കുന്നേ? ऐसा क्यों लिखा हुआ है? അങ്ങനെ എന്തിനാ എഴുതിയിരിക്കുന്നേ? पूरे क्रिएशन के अंदर മുഴുവനും ആ സൃഷ്ടിയിൽ only you are in the image of God. നിങ്ങൾ മാത്രം യേശുവിന്റെ സാദൃശ്യത്തിൽ. पूरे सृष्टि के अंदर മുഴുവനും സൃഷ്ടിയിൽ शेर है, ലയൺ ഉണ്ട്, कबूतर है, പ്രാവുണ്ട്, चींटी है, ഉറുമ്പുണ്ട്, पेड़ पौधे हैं, വൃക്ഷങ്ങളുണ്ട്. लेकिन इसमें प्रभु का इमेज नहीं है. പക്ഷെ അതിലൊന്നും ദൈവത്തിന്റെ സാദൃശ്യമില്ല. ओनली मनुष्य के अंदर परमेश्वर का इमेज है. केवल मनुष्य में ही परमेश्वर का सादृश्य है. हाँ, पिता का एग्जैक्ट इमेज यीशु मसीह है. ദൈവത്തിന്റെ അതേ ഈ സാദൃശ്യമാണ് യേശു കർത്താവ്. और we are made wonderfully and fearfully. നാം അതിശയമായും ഭയത്തോടെ നാം സൃഷ്ടിക്കപ്പെട്ടു. क्योंकि हम प्रभु की इमेज में हम बने हुए हैं. കാരണം നാമും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. और ये प्रभु यीशु धरती पर आया. യേശു ലോകത്ത് വന്നു. धरती पे आने के बाद ഈ ലോകത്തിൽ വന്നതിന് ശേഷം he showed us the way of kingdom. അവൻ നമ്മെ ആ സ്വർഗരാജ്യത്തിന്റെ വഴി കാട്ടി തന്നു. स्वर्ग जाना है आप लोगों को? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണോ? अच्छा नहीं जाना, बस मुझे. अच्छा कोई बात അല്ല, നിങ്ങൾക്ക് ആർക്കും പോണ്ടായോ? എനിക്ക് മാത്രം. जाना है आप लोगों को स्वर्ग? നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണോ? हाँ, स्वर्ग जाने का एक ही रास्ता है. സ്വർഗത്തിൽ പോകാൻ ഒരേ വഴി മാത്രം. प्रभु यीशु ने बोला, जैसे मैं हूँ तुम भी बनो. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളും ആകുവിൻ. जैसे मैं सोचता हूँ तुम भी सोचो. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങളും ചിന്തിക്കുവിൻ. हमारे आंखों के द्वारा, നമ്മുടെ കണ്ണിലൂടെ, हमारे फोन के अंदर നമ്മുടെ ഫോണിനകത്ത് जो हम देखते हैं सुनते हैं, നാം എന്താണോ കാണുന്നത് കേൾക്കുന്നത്, वो प्रभु यीशु का इच्छा होना चाहिए. അത് ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കണം. कुछ लोग बोलते हैं कि आई ओनली हियर सेकुलर सॉन्ग्स. ചിലർ പറയും ഞാൻ സെക്യുലർ സോങ്സ് മാത്രം കേൾക്കും. मूवी नहीं सुनता, മൂവി സോങ്സ് കേൾക്കത്തില്ല. सेकुलर सॉन्ग्स. സെക്യുലർ സോങ്സ് वो भी पाप है. അതും പാപമാണ്. जहां भी जिस भी गाने में यीशु का नाम ऊंचा नहीं हो रहा, എവിടെ യേശുവിന്റെ നാമം ഉയർത്തുന്നില്ലയോ ओ उसको तुम छोड़ दो. അത് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കൂ. कुछ लोग बोलते हैं ऐसा, കുറച്ച് പേര് ഇങ്ങനെ പറയാറുണ്ട്, क्रिश्चियन सॉन्ग में उतना म्यूजिक नहीं है, ക്രിസ്ത്യൻ സോങ്സ് അത്ര മ്യൂസിക് ഇല്ല, उतना ट्यून नहीं है. അത്ര ട്യൂൺ ഇല്ല. मूवी के गाने में बहुत अच्छा ट्यून मिलता है. മൂവി സോങ്സ് നല്ല ട്യൂൺ ഉണ്ട്. हाँ, ट्यून तुम्हारे शरीर के लिए है, ട്യൂൺ നിങ്ങളുടെ ശരീരത്തിന്, लेकिन अर्थ तुम्हारे आत्मा के लिए है. ലേക്കിൻ നിങ്ങളുടെ
അർത്ഥം നിങ്ങളുടെ ആത്മാവിനുള്ളത്. गाने का ट्यून शरीर के लिए और नाचने के लिए होता है. गाने का जो ट्यून है അത് ഡാൻസ് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന് लेकिन വേണ്ടിയുള്ളത്. गाने के अंदर का अर्थ तुम्हारे आत्मा के लिए होता है. लेकिन ആ പാട്ടിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മാവിനുള്ളതാണ്. People hear about love. ലോക മനുഷ്യർ സ്നേഹത്തെ പറ്റി കേൾക്കാറുണ്ട്. गाना सुनते हैं, I love you, ah ha ha ha. ഇങ്ങനെ പാട്ട് കേൾക്കാറുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. मैं I love you, oh ho सुनते हैं. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പാട്ട് കേൾക്കാറുണ്ട്. When you are lonely, love covers you. നിങ്ങൾ ഒറ്റയ്ക്കാണോ സ്നേഹത്തിന്റെ പാട്ട്? Then बोलते हैं, like the mountain, like the stars, like the this and that, I love you. നക്ഷത്രത്തെ പോലെ, സ്റ്റാറിനെ പോലെ, സൂര്യനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. बोलते हैं कि hope covers love. लेकिन इसके ऊपर एक परमेश्वर को गाना नहीं बताता. പക്ഷെ അതിന്റെ മുകളിൽ ദൈവമുണ്ട്, അത് ആ ഗാനം പാട്ട് പറയുന്നില്ല. हम देखते हैं, मूवी देखते हैं ना, നാം മൂവി കാണാറുണ്ട്. हम देखते हैं रात भर उसके अंदर രാത്രി മൊത്തം നാം അതിരുന്ന് കാണാറുണ്ട്. हमारे हीरो और हीरोइन, നമ്മുടെ ഹീറോ ഹീറോയിൻ उसको प्यार हो गया आपस में, ആ സ്നേഹമായി പരസ്പരം. और रात में हमको नींद नहीं आता. രാത്രി നമുക്ക് ഉറക്കം വരത്തില്ല. अरे क्या मस्त मूवी था यार. എന്ത് നല്ല മൂവി ആയിരുന്നു. सिंगापुर में शूट हुआ था, സിംഗപ്പൂരിൽ ഷൂട്ട് ചെയ്ത മൂവി, अमेरिका में शूट हुआ था. അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത മൂവി. शादी के बाद കല്യാണത്തിന് ശേഷം हम जाएंगे अमेरिका. ഞാനും പോകും അമേരിക്ക. हम जाएंगे उस जगह पर जहां पर उसने प्यार किया था. ഞാനും പോകും ആ സ്ഥലം എവിടെയാണോ അവർ തമ്മിൽ സ്നേഹിച്ചത്. वो फीलिंग मिलना है अंदर, फीलिंग. ആ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. हाँ, लोग जाते हैं घूमने के लिए, फीलिंग पाने के लिए. ആൾക്കാർ പോകാറുണ്ട് കറങ്ങാൻ വേണ്ടി, ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. लेकिन आप एक बात आज सुन लो मेरी बात. ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടാട്ടെ. स्वर्ग छोड़कर സ്വർഗം വിട്ട് हम मनुष्य के रूप में बनने वाला, ആ മനുഷ്യ രൂപം എടുത്ത് अपना महिमा छोड़कर, സ്വന്തം മഹിമ വെടിഞ്ഞു आमीन, तुम्हारे घर के अंदर आने वाला परमेश्वर, നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ വരുന്ന യേശു, आमीन, असली प्रेम तुमको बांट रहा है. വാസ്തവത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. असली प्रेम तुम पर उंडेल रहा है. വാസ്തവത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് മേൽ പകർന്നു തന്നിട്ടുണ്ട്. Watch me, लिखा हुआ है, the power of God, Holy Spirit pours the love of Christ into your heart. पवित्र आत्मा प्रभु यीशु का प्रेम को आप में उंडेलता है. പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം എന്നെ നിങ്ങളുടെ മേൽ അത് പകർന്നു തന്നിട്ടുണ്ട്. पवित्र आत्मा, പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. लेकिन हम में प्यार नहीं है. പക്ഷെ നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല. हम लोग प्रेम नहीं करते. നാം സ്നേഹിക്കുന്നില്ല. अरे बाइबल लिखा हुआ है, love your enemy as yourself. വചനം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ശത്രുവിനെ തന്നെ പോലെ സ്നേഹിക്കുവിൻ. Love your neighbor as yourself. നിങ്ങളുടെ അയൽവക്കക്കാരനെ നിങ്ങളെ പോലെ തന്നെ हम സ്നേഹിക്കുവിൻ. नहीं प्यार करते നാം സ്നേഹിക്കുന്നില്ല. क्योंकि हमारे हम यीशु नहीं है. കാരണം നമ്മുടെ ഉള്ളിൽ യേശു ഇല്ല. अरे यीशु हमारे में नहीं है तो कैसे प्यार करोगे तुम? യേശു നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? Love is power. സ്നേഹം ഒരു ശക്തിയാണ്. Love is power. സ്നേഹം ഒരു ശക്തിയാണ്. तुम्हारा में यीशु का प्रेम है तो യേശുവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ, when you walk, നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ God will heal people. ദൈവം സൗഖ്യം കൊടുക്കും. तुम्हारे में प्रेम है तो, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ, if you really have God's love, നിങ്ങളുടെ ഉള്ളിൽ വാസ്തവമായ ദൈവ സ്നേഹം when ഉണ്ടെങ്കിൽ, you walk through the valley of shadow of death, ആ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും you will not fear any evil, നിങ്ങൾ ഒരു ശത്രുവിനെയും ഭയപ്പെടുകയില്ല. because the king is with you. കാരണം ആ സ്നേഹം നിങ്ങളുടെ കൂടെയുണ്ട്. राजा तुम्हारे साथ में है. കാരണം അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. The real king is with you. കാരണം ആ റിയൽ രാജാവ് നിങ്ങളുടെ കൂടെയുണ്ട്. प्रभु का प्रेम को अंदर बसाओ. ദൈവത്തിന്റെ സ്നേഹത്തെ ഉള്ളിൽ And the വസിക്കുമാറാകട്ടെ. love covers you. ആ സ്നേഹം നിങ്ങളെ जब പൊതിയുമാറാകട്ടെ. प्रेम आपको कवर करता है, ആ സ്നേഹം നിങ്ങളെ പൊതിയുമ്പോൾ you become powerful. നിങ്ങൾ ശക്തിശാലിയരാകും. And then എന്നിട്ട് the devil is afraid of you. ആ പിശാച് നിങ്ങളെ ഭയപ്പെടും. Even though you walk through the valley of shadow of death. നിങ്ങൾ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും, बोलो, बोलिए, പറഞ്ഞാട്ടെ, I will fear no evil. ഞാൻ ഒരു ശത്രുവിനെ ഭയപ്പെടുകയില്ല. चाहे मैं घोर अंधकार से होके चलूं, ഞാൻ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും, चाहे मैं घोर अंधेरे में होकर चलूं, ഞാൻ കൂരിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും, ये मेरा अनुभव है. ഇത് എന്റെ ये അനുഭവമാണ്. मेरा अनुभव है. ഇത് എന്റെ അനുഭവമാണ്. I mean, even though you walk Rabba Shatorosi, ഓ റബ ശതുനാരി Rakoshia da Shandamasi, Rishko Mosika Rashuya Dhanamas, Astara Manashia Danasi, Shamda Maroshikana. तुम परमेश्वर के
राजदूत हो, നീ ദൈവത്തിന്റെ ambassador. അംബാസിഡർ ആണ്. तुम परमेश्वर के राजदूत हो. നീ ദൈവത്തിന്റെ അംബാസിഡർ ആണ്. You represent a king. നീ രാജാവിനെ റീപ്രസെന്റ് ചെയ്യുന്നു. Amen. When you are God's ambassador. നാം ദൈവത്തിന്റെ പുരോഹിതരാകുമ്പോൾ, हाँ അല്ല, പ്രധാന ദൂതനല്ല, പുരോഹിതനുമല്ല, सेनापति है ना, सेनापति. कोई बात नहीं, कोई बात नहीं, समझ में आ गया ना वो काफी. When you are God's ambassador, God bless. जब हम परमेश्वर उसके स्वर्ग के राजदूत हैं. दूसरा कोरिन्थियों 5 का 21, आई थिंक सो, या 20 या 21. चेक कर लो. 2 Corinthians chapter 2 verse 5 verse 20 21, I think. Could you check that? सेनापति 20, okay, 20. In Malayalam सेनापति आनो, सेनापति, yeah. Could you read? कोई पढ़ ले. सेनापति. तुम हाँ. इसीलिए हम परमेश्वर के राजदूत हैं. അതുകൊണ്ട് നാം ദൈവത്തിന്റെ സ്ഥാനാപതികൾ. You who are God's ambassador. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ. जब आप परमेश्वर के राजदूत बनते हैं, എപ്പോഴാണോ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനാപതികളാകുന്നത്, जब आप चुनते हैं कि मैं प्रभु का राजदूत बनूं, നാം തിരഞ്ഞെടുക്കുന്നു നാം ദൈവത്തിന്റെ ആ സ്ഥാനാപതികളാകേണ്ടതിന്. जब आप चुनते हैं, उस समय प्रभु यीशु का कैरेक्टर वो बाहर निकलता है. ആ സമയം യേശുവിന്റെ ക്യാരക്ടർ നമ്മിൽ നിന്ന് പുറപ്പെടും. प्रीच करना बहुत इजी है. പ്രസംഗിക്കാൻ നല്ല എളുപ്പമാണ്. I'm telling you, it's very easy. ഞാൻ പറയുന്നു അത് ഭയങ്കര എളുപ്പമാണ്. लेकिन घर के अंदर, कमरे के अंदर करने वाला जो जीवन है, लेकिन ഭവനത്തിന്റെ ഉള്ളിൽ, നിങ്ങളുടെ റൂമിന്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ, when you walk on the road, तुम्हारे intents और thoughts को जो प्रभु जानते देख रहा है ना, वो important है. നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങളുടെ ചിന്തയ്ക്കകത്തുള്ള മനസ്സിന്റെ ഉള്ളിൽ വരുന്ന കാര്യം ദൈവം നോക്കുന്നുണ്ട്. അതാണ് മുഖ്യം. एक डिग्री अगर हट जाए, एक डिग्री इधर हो जाए या इधर हो जाए, ഒരു ഡിഗ്രി ഇങ്ങോട്ടോ അങ്ങോട്ടോ ആയാൽ तुम्हारा अनंत जीवन नष्ट हो जाएगा. നിങ്ങളുടെ അനന്ത ജീവൻ നഷ്ടപ്പെട്ടു പോകും. प्रभु यीशु हमारे लिए आया, യേശു നമുക്ക് വേണ്ടി വന്നു. and उन्होंने दिखाया कैसे जीना है मसीह जीवन. അവൻ നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണം ഒരു ക്രിസ്തീയ ജീവിതം. मसीह जीवन में कष्ट गारंटीड है. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടം ഉറപ്പാണ്. अगर आपके जीवन में कष्ट नहीं हो रहा है, something is really wrong. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം ഇല്ല എങ്കിൽ എന്തോ ഒരു റോങ് ഉണ്ട്. करेक्ट नो? अगर आपके जीवन में दुख नहीं है, something is really wrong. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമില്ല എങ്കിൽ എന്തോ ഒരു അശപ്പശകുണ്ട്. 3 साल हो गया, कोई दुख नहीं हुआ. 3 വർഷം കഴിഞ്ഞു, ഒരു ദുഃഖവുമില്ല. 3 साल से कोई दिक्कत नहीं है. 3 വർഷം ഒരു ബുദ്ധിമുട്ടും ഇല്ല. शायद प्रभु तुमको छोड़ दिया होगा. ദൈവം എന്നെ വിട്ടു കാണും. हाँ, सोचना ऐसा बात. അങ്ങനെ अगर प्रभु ചിന്തിക്കണം. तुम्हारे साथ में खड़ा है, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ he will keep telling you this is wrong, this is wrong, this is wrong, this is wrong. അത് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. अगर प्रभु तुम्हारे साथ में खड़ा है, ദൈവം എന്റെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ he will punish you. അവൻ നമ്മെ ഇടയ്ക്ക് പണിഷ് ചെയ്യും. हमको punish करते हैं. നമ്മെ പണിഷ് ചെയ്യും. Pain is a part of life. വേദന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. दर्द होना जरूरी है. വേദന വരുന്നത് ഒരു പ്രധാനമാണ്. अगर दर्द नहीं है तो लाइफ, मसीह जीवन सही नहीं है. വേദന ഇല്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയല്ല. लेकिन एक होप हमारे बाइबल में दिया हुआ है. പക്ഷേ ഒരു പ്രത്യാശ ബൈബിൾ നമുക്ക് തന്നിട്ടുണ്ട്. पहला कोरिन्थियों 1:13. 1 കൊരിന്ത്യർ 1:13. पहला कोरिन्थियों 1:13. 1 കൊരിന്ത്യർ 1:13. वहाँ लिखा हुआ है, അവിടെ എഴുതിയിരിക്കുന്നു, therefore there hath no temptation taken you but such as is common to man. 1 കൊരിന്ത്യൻസ് 1:13 ശരിയല്ലേ? 10 ആണോ? 10:13 സോറി. chapter 10 verse 13. हाँ, thank you. There has no temptation taken you. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. जो मनुष्य में कॉमन है उससे अधिक दर्द नहीं मिलता. മനുഷ്യനിൽ കോമൺ ആയിരിക്കുന്നതിനേക്കാളും ഭയങ്കരമായ വേദന നിങ്ങൾക്ക് ലഭിക്കത്തില്ല. जो मनुष्य के सहन के अंदर वही मिलता है. മനുഷ്യന് സഹിക്കാൻ പറ്റുന്നത് മാത്രമേ ലഭിക്കാറുള്ളൂ. बाइबल सेज क्लियरली, ബൈബിൾ ക്ലിയർലി എഴുതിയിട്ടുണ്ട് कि जो परीक्षा तुम किसी ऐसे परीक्षा में नहीं पड़े जो मनुष्य के सहने से बाहर, और परमेश्वर सच्चा है, वह तुमको सामर्थ के बाहर परीक्षा में पड़ने नहीं देगा. മനുഷ്യന് നടപ്പല്ലാത്ത കഷ്ടം നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടില്ല. Even though I walk through the valley of shadow of death, हम नहीं डरेंगे.
क्योंकि सामर्थ्य काफी है. മരണത്തിന്റെ താഴ്വിൽ കൂടി നടന്നാലും നാം ഭയപ്പെടത്തില്ല, കാരണം അവന്റെ ശക്തി കാഫിയാണ്, ധാരാളമാണ്. आज सुबह ഇന്ന് രാവിലെ कुछ बोन संबंधित ബോൺ സംബന്ധമായി, അസ്ഥി സംബന്ധമായി एक हीलिंग यहाँ पे होने वाला है. ഒരു സൗഖ്യം ഇവിടെ വ്യാപരിക്കുന്നു. ആമേൻ. जो दो बोन्स जहाँ पे जुड़ते हैं, രണ്ട് ബോൺസ് എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് वहाँ पर एक इशू प्रभु दिखा रहा है मुझे. അവിടെ ഒരു വേദന കാണിക്കുന്നുണ്ട്. God will heal you. ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. मुझे नहीं मालूम कौन है. എനിക്കറിയില്ല അതാരാണ്. दूसरा चीज, രണ്ടാമത്തെ കാര്യം, पेट के इस साइड में बहुत दर्द करने वाला कोई, വയറ്റിന്റെ ഈ ഭാഗത്തായിട്ട് വേദന ഉണ്ടാകുന്ന ഒരു വ്യക്തിയുണ്ട്. प्रभु उसको हील करेगा आज सुबह. ദൈവം ഇന്ന് പകൽക്കാലം സൗഖ്യം നൽകുന്നു. लेकिन आज हील करने के पहले, പക്ഷെ ദൈവം സൗഖ്യം നൽകുന്നതിന് മുമ്പ്, हे प्रभु, अगर मेरे अंदर कुछ ऐसा बात है जो which you hate, ദൈവമേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നീ വെറുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ मुझे माफ करिए. എന്നെ ക്ഷമിക്കുമാറാകണമേ. तोड़िए मुझे. എന്നെ ഒന്ന് നീ മുറിക്കുമാറാകണമേ. मेरा अनंत जीवन के खिलाफ എന്റെ നിത്യജീവിതത്തിനെതിരായി खड़े होने वाले बातों को तोड़िए. നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ചാട്ടെ. दर्द होने दो. വേദന സഹിച്ചോളാം. दर्द होने दो. വേദന ഉണ്ടായിക്കോട്ടെ. दर्द होने दो. It's okay. വേദന ഉണ്ടായാലും കുഴപ്പമില്ല. लेकिन मेरा अनंत जीवन परमेश्वर I can't lose. പക്ഷേ എന്റെ നിത്യജീവൻ കർത്താവേ അത് നഷ്ടമാകരുതേ. मेरा घर चला जाए, എന്റെ ഭവനം പോയാലും, मेरी पत्नी चली जाए, എന്റെ ഭാര്യ ഉപേക്ഷിച്ച് मेरे പോയാലും, पति चला जाए, എന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയാലും, मेरे बच्चे गए तो भी, oh God, मेरा घर उधर, I want to go to heaven. എന്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുതേ. शायद इस जीवन में, ഈ ജീവിതത്തിൽ शायद you may lose your children, ചിലപ്പോൾ നിന്ന് കുഞ്ഞുങ്ങളെ you നഷ്ടമാക്കിയേക്കാം. may lose your wife or husband. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ നഷ്ടമാക്കിയേക്കാം. आज सुबह निर्णय, പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുത്താട്ടെ. मैं कंप्लेन नहीं करूंगा, ഞാൻ പരാതി പറയത്തില്ല. प्रभु को क्वेश्चन नहीं करूंगा. ഞാൻ ദൈവത്തോട് ചോദ്യം I ചോദിക്കത്തില്ല. won't ask God, ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിക്കത്തില്ല. because God is good. കാരണം ദൈവം നല്ലവൻ. Because God is good. കാരണം ദൈവം നല്ലവൻ. आपका नाम क्या है? प्रियंका. For everything there's a time. सबके एक समय है. എല്ലാത്തിനും സമയമുണ്ട്. ആ സമയത്തിന്റെ അപ്പുറം ദൈവം പരീക്ഷിക്കുകയില്ല. उस समय के पार परमेश्वर परीक्षा में पढ़ने नहीं देगा. ആമേൻ. വേദനയ്ക്കൊരു അവധിയുണ്ട്. आपके दर्द का एक निमित्त समय है. ക്വസ്റ്റ്യൻസിന് ഒരു അവധിയുണ്ട്. जो प्रश्नों का एक निमित्त समय है. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുകയാ. आपके जीवन में परेशानियां आने वाली है. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുകയാ. परेशानियां आने वाली है. പക്ഷേ ഭയങ്കരമായി ദൈവം വിടുവിക്കും. लेकिन भयंकर रूप से परमेश्वर आपको छुटकारा നീ देगा. ഭയപ്പെടരുത് കേട്ടോ. तू भयभीत न നീ होना. ഭയപ്പെടരുത്. तू भयभीत न നീ होना. ഭയപ്പെടരുത്. तू भयभीत न होना. ഒന്ന് പുറത്ത് നിൽക്കുക, ഒന്ന് പുറത്ത് വരാം. आप बाहर आ जाइए. आप बाहर आ जाइए. इधर आइए. ശബ്ദനാസിയ. Church, pray for the sister. ദൈവത്തിന് വിളിയുള്ള സഹോദരിയാ. നമുക്ക് പ്രാർത്ഥിക്കാം ഈ സഹോദരിക്കായിട്ട്. പിതാവേ, യേശുവിൻ നാമത്തിൽ यीशु के नाम से നിന്റെ വിളിയോ സഹോദരിയെ കർത്താവേ, आपका बुलाहट वाली बहन है ये. വരാൻ പോകുന്ന പ്രതികൂലം, आने वाला प्रतिकूल, അതിനെ മേൽന്ന് ചാടി കടക്കാൻ സഹായിക്കണമേ. उसके ऊपर कूद कर पार करने की शक्ति देना. ആമേൻ. നിന്നെ വേല കണ്ടിരിക്കുകയാണ്. आपकी सेवा के लिए आपने देखा है. നീ പുറത്തു വരാൻ സമയം അടുത്ത് വരുന്നുണ്ട്. तुझे बाहर आने का समय करीब നിന്നെ है. തടയുന്ന വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. ते रुकावट वाली बातें बहुत है. ആമേൻ. ഇന്ന് പകൽക്കാലം ബുദ്ധി മാറ്റി വെക്ക്. लेकिन आज अपने दिमाग को हटा कर रखो. ബൈ ഫെയ്ത്ത് നീ മുന്നോട്ട് കേറ്. विश्वास से आगे कदम रखो. ആമേൻ. നീ രാജ്യം മാറി ഇവിടുന്ന് പോകും. तू राज्य बदल कर यहाँ से जाएगी. പക്ഷേ ഒരു കഷ്ടം വരുന്നുണ്ട്. लेकिन एक कष्ट आ रहा है. ദൈവം നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. परमेश्वर तुझे छुड़ाएगा. ഒരു വലിയ സാക്ഷ്യമാക്കാൻ പോകുകയാണ്. एक बहुत बड़ा गवाही बनने ഒരു वाला है. അറിയപ്പെടുന്ന വിഷയമാകാൻ പോകുകയാണ്. जानने वाला एक विषय बनने वाली है. ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ प्रश्न न करते हुए मांग कर उसे रिसीव करे. നീ ഒരുങ്ങിയിരുന്നു അതിനു വേണ്ടി. उसे तैयार നീ रहे. ഒരുങ്ങിയിരുന്നു അതിനു വേണ്ടി. तैयार रहे उसके लिए. ചോദിക്കരുത്. पूछे मत. മർമർ ചെയ്യരുത്. കംപ്ലൈന്റ് ചെയ്യരുത്. कुड़कुड़ाए नहीं. ദൈവം നിന്നെ വിടുവിക്കാൻ പോകുന്നു. परमेश्वर तुझे छुड़ाने वाला പിതാവേ, है. യേശുവിൻ നാമത്തിൽ यीशु के नाम से ഒരു അസാധാരണ അഭിഷേകം, एक असाधारण अभिषेक, അസാധാരണ एक അഭിഷേകം असाधारण अभिषेक തല മുതൽ കാൽ വരെ വ്യാപരിക്കട്ടെ. उसके पैरों पर आने पाए. യേശുവിൻ നാമത്തിൽ यीशु के नाम में തല മുതൽ കാൽ വരെ, पीढ़ी पीढ़ी, तला मुदल काल वरे, सर से पैर तक, सर से लेके पैर तक आपका चंगाई और असीम सामर्थ आने के लिए प्रार्थना करते हैं.
അസാധാരണമായ ശക്തി യേശുവിന്റെ വ്യാപരിക്കട്ടെ നാമം से आमेन ഈശ്വരന്റെ നാമത്തിൽ. आमेन आमेन हालेलुया रखा शमदासिया Amen. Jesus, hallelujah. डोंट प्ले विद गॉड आप परमेश्वर से प्रश्न न पूछे, शिकायत न करे, കളിക്കരുത്. आप खेले ना, ദൈവത്തോട് കളിക്കരുത്. परमेश्वर से न खेले. ഇന്നൊരു കാര്യം പറയും, आज एक बात कहोगे, ഇന്നൊരു തീരുമാനം എടുക്കും, एक निर्णय लोगे, പിന്നെ അവിടെ നിന്ന് മാറിപ്പോകും. फिर वहां से साइड हो जाएंगे. ആ കളിക്കരുത് കേട്ടോ. आप खेले ना परमेश्वर से, അഗ്നിയാ, क्योंकि वो एक अग्नि है. അത് അഗ്നിയാ. वो अग्नि है. ശദ്രക്കും മേശക്കും അബേദ്നെഗോയും शत्रक, मेशक और अबेदनगो, ഇവരുടെ പേര് മാറ്റി, उनका नाम को बदल दिया, അവരുടെ ഭാഷ മാറ്റി, उनकी भाषा बदल दिया, അവരുടെ ആഗ്രഹങ്ങൾ മാറ്റി. उनकी इच्छाओं को बदल दिया. ഒരു കാര്യം മാത്രം മാറിയില്ല, लेकिन एक चीज नहीं बदला, അവരുടെ ദേവാശ്രയം മാറിയില്ല. उनका परमेश्वर पर जो आश्रय था वो बदला नहीं. നീ എന്ത് Amen. വേണം മാറ്റിക്കോ, तू कुछ भी बदल दे, വസ്ത്രം മാറ്റിക്കോ, अपना वस्त्र बदल दे, നീ മുഖം മാറ്റിക്കോ, चेहरा बदल दे, എന്റെ പേര് മാറ്റിക്കോ, नाम बदल दे, എന്റെ ജോലി മാറ്റിക്കോ. मेरे काम बदल दे. ഒരു കാര്യം കേൾക്കണം കേട്ടോ, ഒരു കാര്യം കേട്ടോണം നീ. एक बात ध्यान से सुन ले, എന്റെ ആശ്രയം കർത്താവാണ്, मेरा भरोसा परमेश्वर അത് पर है, മാത്രം മാറുകയില്ല. वो बदलेगा नहीं. അങ്ങനെ വരുമ്പോൾ, जब ऐसा होगा, അങ്ങനെ വരുമ്പോൾ जब ऐसा होगा, തീച്ചൂള 7 മടങ്ങ് അവൻ കൂടിയാലും, आग की भट्टी 7 गुना बढ़ाया എടാ, जाए, നിന്നെ തീച്ചൂള 7 മടങ്ങ് കൂടിയാലും तेरा आग की भट्टी 7 गुना बढ़ाया जाए, അതിനകത്ത് ഇറങ്ങുന്ന ഒരു കർത്താവുണ്ട്, उसके मध्य में उतरने वाला एक परमेश्वर ആ है, കർത്താവുണ്ട്. एक परमेश्वर है. 3 പേരെ ഇട്ടോ, 3 लोग को डाल दिया, 3 പേരെ ഇട്ടോ. 3 लोग को डाल ഈ दे. നാലാമനാരാ, चौथा कौन है? ഈ നാലാമനാരാ. ये चौथा कौन है? ഹല്ലേലൂയ. അതോ റബക്ഷിയ. അവൻ രാജാവ് ഭയപ്പെടുന്ന ഒരു കാഴ്ച, राजा भयभीत हो गया वो देखकर, രാജാവ് ഭയപ്പെടുന്ന ഒരു കാഴ്ച. राजा तक भयभीत होने वाला एक दृश्य. എടാ, 3 പേരെ ഇട്ടോ, मैंने 3 लोग को डाला था, ഈ നാലാമനാരാ. ये चौथा कौन है? അയ്യോ, ഭയങ്കര തീയാണല്ലോ. बहुत बड़ा अग्नि है. ഇതാരെ ഇറങ്ങി വന്നത്? ये कौन है जो बीच में ഈ उतर ശക്തിയുള്ള आया? ആരാണ്? ये कौन है जो अग्नि पर उतर आया? എടാ, കരിച്ചാണ് തീച്ചൂളയാ, जो डाला था वो अग्नि था, अग्नि का भट्टी था, കരിച്ച് കളയേണ്ടിയ തീച്ചൂളയാ. जलाकर राख बनाने वाली आग की भट्टी थी. അതിൽ നടക്കുകയാ സുഖമായിട്ട്. उसके बीच में चल रहा है शांति से. കത്തുന്ന തീച്ചൂളയിൽ एक जलने वाली आग की भट्टी में भी നടക്കണമെങ്കിൽ കർത്താവ് ഇറങ്ങി വരണം. यदि चलना है तो परमेश्वर उतर आना है. നിന്റെ ആശ്രയം യഹോവയാണെങ്കിൽ, यदि तेरा भरोसा परमेश्वर है तो, നിന്റെ ആശ്രയം यदि യഹോവയാണെങ്കിൽ तेरा भरोसा परमेश्वर है तो, തീച്ചൂള കൂട്ടിക്കോ, आग की भट्टी में तू कूद जाए, പ്രയാസം നീ കൂട്ടിക്കോ. परेशानी जीवन में आने दे. ഒരു രോമം പോലും, एक बाल भी, ഒരു രോമം പോലും एक बाल भी കത്തിപ്പോകത്തില്ല. वो जल कर राख नहीं होगा. വചനം പറയുക, वचन कहता है ഓരോ രോമം വീണാൽ एक बाल यदि गिरे, ദൈവം അറിയും, परमेश्वर जानेगा, ദൈവം അറിയും, परमेश्वर जानेगा, ദൈവം അറിയും. परमेश्वर जानेगा. റഖബ ശംദരഗസിയ, और रब റൈഖമ ശംദാസിയ. നിന്റെ ആശ്രയം എവിടെയാ? तेरा भरोसा किधर है? കളിക്കരുത്. खेले ना. നീ കളിച്ചാൽ यदि तू खेलेगा तो തീച്ചൂള ഇച്ചിരി ആയാലും പോലും अग्नि की भट्टी यदि थोड़ा सा भी होगा तो നീ ചുട്ട് കരിഞ്ഞു പോകും, तू जलकर राख हो നീ जाएगा, വെന്ത് കരിഞ്ഞു പോകും. तू जलकर राख हो जाएगा. നിന്റെ ആശ്രയം കളിയാകരുത്, तेरा भरोसा उसे खेल न समझे, നിന്റെ ആശ്രയം പണമാകരുത്. तेरा आश्रय धन पर न हो. പണത്തിൽ ആശ്രയിച്ചവരെല്ലാം നഷ്ടപ്പെട്ടു പോയി. धन पर जिसने आश्रय रखा है सब नष्ट हो गए. കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാ, कोविड के समय पर हमने देखा था പണം ആശ്രയമായിരുന്നു. धन उनकी आश्रय था. ഓക്സിജൻ സിലിണ്ടർ വാങ്ങിച്ച് മരിച്ചുപോയി. ऑक्सीजन सिलेंडर ले लेकर वो मर गए. യഹോവ ആശ്രയമായിരുന്നെങ്കിൽ, यदि परमेश्वर पर आश्रय होता तो ആമേൻ, അടുത്ത് വന്ന് കോവിഡ് ഇത് കഴിച്ചാൽ പോലും, आने वाला കോവിഡ് ഇരുന്ന് കഴിച്ചാൽ പോലും, कोविड को तू खाता तो भी, കോവിഡുകാരൻ കൂടെ ഇരുന്ന് കഴിച്ചാൽ പോലും, കൂടെ ഇരുന്ന് കഴിച്ചാലും कोविड वाले के साथ में बैठकर तू खाना खाएगा तो भी അത് പിടിക്കത്തില്ല. वो इफेक्ट नहीं होता. ഞാൻ സാക്ഷിയാ, मैं गवाह हूँ, ഞാൻ സാക്ഷിയാ. मैं गवाह हूँ. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കോവിഡ് വരികയില്ല. मैंने कहा मेरी पत्नी और मेरे बच्चों को कोविड आएगा ही नहीं. എല്ലാരും പറഞ്ഞു നീ വട്ടാ പറയുന്നത്. सबने कहा कि तू पागलपन कह रहा है. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി വട്ടനാണ്. मैंने कहा कि चलेगा, मैं पागल हूँ. हम थोड़ा पागल है, इट्स ओके. ഞാൻ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, ഞാൻ വട്ടനാണ്. मैंने बोला कोविड मुझे नहीं आएगा.
ഞാൻ പറഞ്ഞു എനിക്ക് കോവിഡ് വരത്തില്ല. मेरे घर के अंदर എന്റെ ഭവനത്തിന്റെ ഉള്ളിൽ मेरे फादर इन लॉ एंड मदर इन लॉ एंड दोनों ब्रदर इन लॉ को कोविड आ गया. എന്റെ ഫാദർ ഇൻ ലോ എന്റെ ബ്രദർ ഇൻ ലോ എല്ലാവർക്കും കോവിഡ് വന്നു. हम मेरे दो छोटे बच्चे उस समय, രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു. एक बच्ची तो पैदा ही हुई थी. ഒരു കുഞ്ഞ് ജനിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. हम लोग कोविड नहीं आया. നമുക്ക് കോവിഡ് വന്നില്ല. मैं अपने घर पे गया. ഞാൻ എന്റെ ഭവനത്തിൽ പോയി. मेरे घर में पापा को मम्मी सबको कोविड आया. അവിടെ എല്ലാവർക്കും കോവിഡ് വന്നു. हमको कोविड नहीं आया. ഞങ്ങൾക്ക് കോവിഡ് വന്നില്ല. बच्चों को कोविड नहीं आया. പിള്ളേർക്ക് കോവിഡ് വന്നില്ല. पत्नी को कोविड नहीं आया. ഞങ്ങൾക്ക് കോവിഡ് വന്നില്ല. क्योंकि तुम्हारा जो जुबान से आता है കാരണം നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത് उसमें पावर है. पावर അതിൽ പവർ ശക്തിയുണ്ട്. उसमें पावर है. पावर അതിൽ ശക്തിയുണ്ട്. वो पावर तुम जब बोलोगे ना, ആ ശക്തിയോട് നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ उधर खड़ा रहेगा. അവിടെ നിൽക്കും. അവിടെ നിൽക്കും. वहां रुक അവിടെ जाएगा. നിൽക്കും. उधर ही रुक അത് जाएगा. കേറി വരത്തില്ല. वो आगे नहीं आएगा. നമുക്ക് പറയാൻ പേടിയാ. हम कहने के लिए भय നമുക്ക് करते हैं. പറയാൻ പേടിയാ. हम कहने के लिए എടാ डरते हैं. അവന് വന്നു, अरे उसको आया. എടാ ഇവന് വന്നു, अरे इसको आया. എനിക്ക് വരാതിരിക്കോ? मुझे भी कैसे नहीं ആ, आएगा. വരും. എന്തുവായാലും വരും. हाँ मुझे भी आएगा. എനിക്ക് എന്തുവായാലും വരും. कुछ भी हो तो मुझे आएगा. അത് എന്തായാലും വരും. ऐसा बोलेगा तो आएगा. എന്തുവായാലും വരും. कुछ भी हो तो आएगा. क्योंकि तुम्हारा विश्वास इतना ही है. कारण നിങ്ങളുടെ വിശ്വാസം ഇത്രേ ഉള്ളൂ. എന്നാൽ നീ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. फिर भी एक बार कह के देखो. വിശ്വാസം കടുകുമണി പോലെ ആയാൽ आपका विश्वास यदि राय के ताने के समान हो. അതിന്റെ അർത്ഥം എന്തുവാ? उसका मतलब क्या है? ഒരു കടുകുമണി എടുത്ത് നിങ്ങൾ നെക്കിക്കേ. एक रानी की दाल को उठाकर दबाओ. അത് പൊട്ടുവോ? क्या वो टूटेगा? അത് പൊട്ടത്തില്ല. वो नहीं ആ टूटेगा. പൊട്ടത്തില്ല. അത് ആ എത്ര നെക്കിയാലും പൊട്ടത്തില്ല. कितना भी तोड़ो वो टूटेगा ആ नहीं. കടുകുമണി എടുത്ത് എണ്ണയ്ക്കകത്തിട്ടെ. वो राय के दाने को तेल में डालो. ഈ എണ്ണയ്ക്ക് എണ്ണ ഇളകും. तेल जो है वो हिलने लगेगा. എണ്ണ ഇളകും. तेल हिलने കാരണം लगेगा. കടുകുമണിയാ വന്നേക്കുന്നേ. क्योंकि राय का दाना गिरा है. അങ്ങോട്ട് ഇട്ടാലത് ഇളകും. आमेन. वो जैसे ही गिरेगा वो तेल हिलेगा. അവിടെ അടിയിൽ തീയുണ്ട്, क्योंकि नीचे आग है, മേളിൽ എണ്ണയുണ്ട്. ऊपर आग है. കടുകുമണി ഇട്ടു. आप राय का दाना डाल दिया. കടുക് എൻജോയ് ചെയ്യാ, ചിരിക്കുക. तेल जो है वो एंजॉय कर रहा है, नाच रहा है. എണ്ണ കടന്ന് വിറയ്ക്കുക. तो तेल जो है वो हिल रही है. കാരണം വിശ്വാസം കടുകുമണി പോലെ വേണം. कारण विश्वास जो है वो राय के दाने के समान. തീച്ചൂള കൂട്ടിക്കോ. आग की बट्टी बढ़ा दे. ഇവര് കിടന്ന് കളിക്കുക. वो अंदर खेल रहे हैं. ഇവര് കിടന്ന് കളിക്കുക. वो अंदर खेल रहे അവര് हैं. കളിക്കുക. वो अंदर खेल रहे हैं. പുറത്ത് നിൽക്കുന്നവൻ പേടിച്ച് നിൽക്കുക. बाहर खड़े वाला जो है भाई के साथ खड़ा അവൻ है. തീരല്ല, ഞാൻ പുറത്ത് നിൽക്കുക. वो बत्ती डालने के लिए खड़ा है बाहर. അവൻ പുറത്ത് തീന്റെ പുറത്ത് നിൽക്കുക. वो अग्नि के बाहर खड़ा है. അവന് പേടിച്ച് നിൽക്കുക. वो डर के खड़ा है. ഇവിടെ ഇവര് കളിക്കുക. और यहाँ पे अग्नि के अंदर सब खेल रहे हैं. പണ്ട് we used to play റിംഗ റോസ് കളിക്കായിരുന്നല്ലോ. റിംഗ റോസ് ഓർമ്മയുണ്ടോ? आमेन. അവർ अंदर खड़े होकर वो रिंगा रिंगा रोजेस खेल रहे वैसा हैं. आराम से जी रहे हैं. അവർ ശാന്തമായി ജീവിക്കുന്നു. എന്താ കാരണം? कारण क्या है? ബ്രദർ നേരത്തെ പറഞ്ഞു, भाई ने पहले कहा യഹോവയിൽ ആശ്രയിക്കുന്നവൻ यहोवा पर जो आश्रय അവൻ रखता है ശക്തിയെ പുതുക്കും. वो अपनी शक्ति को नयापन അവൻ करता ശക്തിയെ है. പുതുക്കുമെന്ന്. और अपनी शक्ति को नया करता है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽ आज के वक्त ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് यहाँ से जाने से पहले ശക്തി പുതുക്കണം. आपकी शक्ति को नया बनाना ആ है. നീ പറയണം, നീ ഇങ്ങനെ പറയണം. आपको ऐसा कहना है. എനിക്ക് വിശ്വാസമുണ്ട്. പറയണം. मुझे ഇന്ന് विश्वास है. ഇന്ന് പറയണം. कहो. अभी कहना है आपको. എനിക്ക് വിശ്വാസമുണ്ട്. मुझे विश्वास है എന്നെ പോലെ मेरे जैसा ഒരു 100 പേര് ഇവിടെ വരും. 100 लोग इधर आएंगे. आमेन. അങ്ങനെ ഒരാൾ പറഞ്ഞു നോക്കിയേ. एक लोग ऐसा कहे. അങ്ങനെ ഒരാൾ പറഞ്ഞു നോക്കിയേ. एक लोग ऐसा कहकर देखो. ഇവിടെ എത്ര പേരുണ്ട്? यहाँ पर कितने लोग हैं? എല്ലാരും പറഞ്ഞു നോക്കിക്കേ. सब लोग ऐसा कहे. പക്ഷെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. वचन ऐसा कहता है. ഞാൻ പറഞ്ഞ വിശ്വാസം കുറഞ്ഞു പോയി. मैंने जो बोला विश्वास कम हो गया. വചനം പറയുന്നത് ഡ്യൂട്രോണമി 1:11 പറയുന്നത് ड्यूटरोनॉमी पहला अध्याय 11 में बोलता है 1000 മടങ്ങ് അനുഗ്രഹിക്കുന്ന 1000 दुगना आशीष मिलेगा. 1000 ഗുണ 1000 മടങ്ങ് അനുഗ്രഹിക്കുമെന്ന് 1000 गुना आशीष मिलेगा. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. आप जरा कह कर देखिए. എന്നെ പോലെ ഒരു 1000 മടങ്ങ് വരണം. आमेन. मेरे जैसा 1000 लोग यहाँ पर आएंगे. അല്ല വരത്തില്ലേ? क्यों नहीं आएंगे? വരത്തില്ലേ? क्यों नहीं आएंगे? വരത്തില്ലെന്നാ പറയുന്നത്. क्या आप लोग ऐसा कह रहे कि नहीं आएंगे? വരുമെന്ന് പറയുന്നുണ്ടോ? बोले आएंगे. നീ വിശ്വസിക്കേ. बोलो विश्वास से आएंगे. വിശ്വസിക്കേ. विश्वास करे. 2040 മുൻപ് आमेन. 2040 से पहले നിന്റെ ജീവിതത്തിൽ ദൈവം വലിയ മിറക്കിൾസ് ചെയ്യാൻ പോകുകയാണ്. तेरे जीवन में तो मिराकल करने वाला है. 2040 2040 से पहले നിന്റെ ലൈഫിന്റെ ആ വർഷം वो साल നിന്റെ ലൈഫിന്റെ ഫേസ് മാറും. तेरे लाइफ का फेस बदल जाएगा. ഉത്തരവാദിത്തങ്ങൾ ഷോൾഡറിൽ വരും. रिस्पॉन्सिबिलिटीज उठाएगा. ഭയങ്കര ഉത്തരവാദിത്തങ്ങൾ വരും സഭയുടെ. बहुत बड़ा रिस्पॉन्सिबिलिटीज कलीसिया का. സഭ ഒത്തിരി അങ്ങ് വളരും. लेकिन उस वक्त कलीसिया बहुत बढ़ चुका അന്നൊക്കെ होगा. നീ you will be known as a man of fasting. तू एक उपवास लेने का व्यक्ति बनेगा. അങ്ങനെ നീ അറിയപ്പെടും. वैसा तू जाना जाएगा. അങ്ങനെ നീ അറിയപ്പെടും. वैसा तू जाना നിന്റെ जाएगा. ദാഹം ഭയങ്കരമായി വർദ്ധിക്കും.
तेरा नाम बहुत बड़ा നിന്റെ होगा, ദാഹം വർദ്ധിക്കും. तेरा नाम बढ़ेगा, നിന്റെ thirst, तेरा നിന്റെ प्यास बढ़ेगा, ദാഹം വർദ്ധിച്ചിട്ട് तेरा प्यास बढ़कर നീ ഫാസ്റ്റിംഗിൽ തന്നെ ഇരിക്കും. तू फास्टिंग में ही रहेगा. നിന്റെ മുറിയുടെ പുറത്ത് ആൾ വരുന്നതിന് മുൻപ് तेरे रूम के बाहर कोई आने से पहले നീ ദൂത് വിളിച്ചു പറയും, तो दूध कहने लगेगा. ഈ വന്നിരിക്കുന്നവന്റെ കാല് പാപം ചെയ്തതാ. जो आने वाले के बारे में, ഈ വന്നവന്റെ കാല് പാപം ചെയ്തതാ. जो आने वाला है, उस जो आया है उस व्यक्ति का पैर पाप कर चुका है. പത്രോസ് ദൂത് പറഞ്ഞ് സഫീർ അന്യാസ് മരിച്ചുപോയി. पत्रोस दूध कहने के बाद वो अनन्यास और सफीरा मर गया. നീ ദൂത് പറയുമ്പോൾ ജനം മരിച്ചു പോകും. तू जब वचन की वाणी देगा तो लोग मर जाएंगे. ആമേൻ. നീ പ്രവചനം പറയുമ്പോൾ ജനം മരിച്ചു പോകും. तू जब प्रवचन देगा तो लोग मर जाएंगे. ചൂടാബ ശബ്ദ റഖോസ്. ആമേൻ. അത് സഭയ്ക്ക് ഭയം കൊണ്ടുവരും. वो सभा के उस कलीसिया में डर को लेकर आएगा. സഭയ്ക്കകത്ത് ഭയം കൊണ്ടുവരും. कलीसिया के अंदर डर उत्पन्न സഭ करेगा. വളർച്ചയുടെ കാരണമായി മാറും. कलीसिया का बढ़ोतरी का कारण बनेगा. ജനം വിശുദ്ധി വിട്ട് ഓടുമ്പോൾ जब लोग प्रजा पवित्र को छोड़कर भागते हैं, നിന്റെ വിശുദ്ധി കണ്ടവർ ഇങ്ങോട്ട് കേറി വരും. तेरा विशुद्धि देखकर ലോക आएंगे. ദൈവ ഭയം കണ്ടവർ കേറി വരും. परमेश्वर के भाई के साथ लोग आएंगे. ഇന്ന് നിങ്ങൾ കാണുന്നവരല്ല അന്ന് വരാൻ പോകുന്നത്. आज जिसे हम देख रहे हैं वो नहीं कल आने वाले हैं. ഇന്ന് മാർക്ക് ഇടുന്നവരൊക്കെ മാറിപ്പോകും. आज मार्क डालने वाले सब हट जाएंगे. ആമേൻ. ഇനി വരാൻ പോകുന്ന വേറെ ആൾക്കാരാ. जो आने वाले हैं वो दूसरे लोग हैं. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത സഭയ്ക്കകത്ത് കടന്നു വരും. जो हमने कभी सोचा भी नहीं होगा, ऐसे लोग कलीसिया के अंदर आएंगे. ദൈവമക്കൾ ഇന്നൊരു കാര്യം പറയട്ടെ. परमेश्वर के बच्चों में एक बात कहना चाहता हूँ. ഇന്ന് പറ. आज कहे, ഇന്ന് പറ. आज कहे. ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ എന്നെ പോലത്തെ 1000 പേര് വരും. मेरे जैसे 1000 लोग സൗരം आएंगे. പറ അങ്ങനെ. भाई कहे ऐसा, സൗരം എങ്ങനെ പറ, നിങ്ങൾ എങ്ങനെ പറ. बहन कहे ऐसा. ആമേൻ. എന്നെ പോലല്ല, എന്റെ കാളും നല്ല 1000 പേര് വരും. मेरे जैसे 1000 लोग आएंगे. എന്റെ കാളും ബെറ്റർ 1000 പേര് വരും. मेरे से भी बढ़कर 1000 लोग, मेरे से भी अच्छे 1000 लोग ഇന്ന് आएंगे. വിത്ത് വിതച്ചാൽ आज यदि बीज അത് बोएंगे പുറത്തു വരും. वो बाहर आएगा. അത് പുറത്തു വരും. वो बाहर आएगा. എന്റെ വലിയൊരു ആഗ്രഹമാ मेरा बहुत बड़ी इच्छा ഈ है. സഭ വളരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ये कलीसिया बनना है, मेरी बहुत बड़ी इच्छा है. എനിക്ക് കാണാത്തൊരു അതിന് പുറകെ വേറൊരു കാരണമുണ്ട്. उसके पीछे एक और वजह है. ഗോഡ് ഗിവൻ തേഴ്സ്റ്റ് എനിക്ക് ഈ സഭയ്ക്ക്. आमेन. परमेश्वर ने दिया हुआ एक प्यास मेरे अंदर है. इस कलीसिया के लिए. ദൈവത്തിന്റെ ബർഡൻ എന്റെ അകത്തുള്ളത്. परमेश्वर का वो जो बोझ है वो मेरे अंदर है. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ അകത്ത് ഇങ്ങനത്തെ ഒരു ബർഡൻ എനിക്ക് വേറെ സഭയ്ക്ക് വേണ്ടി ഇല്ല. आमेन. मुझे ऐसा लगता है कि इंडिया के अंदर एक ऐसा बोझ इस कलीसिया से बढ़कर कोई और कलीसिया के लिए नहीं है. ആ ദൈവം സാക്ഷിയാ. वो परमेश्वर गवाह है. ഞാൻ കള്ളം പറയത്തില്ല, വെറുതെ मैं झूठ പറയത്തില്ല. नहीं बोलता. അപ്പൊ സഭ വളരണം. कलीसिया बढ़ना है. സഭ വളരണം. कलीसिया बढ़ना है. സത്യമായുള്ള ആരാധന വെളിപ്പെടണം. सच्चाई का आराधना प्रकट होना है. വിശുദ്ധിക്ക് വില കൊടുക്കണം. पवित्रताई के लिए मुख्य स्थान देना വിശുദ്ധിക്ക് വില है. കൊടുക്കാൻ നീ തയ്യാറായാൽ यदि पवित्रताई की आप कीमत चुकाने के लिए तैयार है तो വേദന സാരമില്ല. दर्द का कुछ नहीं है. अय्यूब जो मनुष्य था, अय्यूब എന്ന ഒരു വ്യക്തി, वो दर्द में से गुजरा. അവൻ വേദനയിൽ കൂടി കടന്നു. उसका दर्द बहुत भयंकर था. അവന്റെ വേദന ഭയങ്കരമായിരുന്നു. भयंकर वेदनाയിരുന്നു. बहुत भयंकर था. उसका दर्द बहुत ही भयंकर था. उसका 3 कारण मैं बोलता हूँ. 3 कारण. അതിന് 3 കാരണം ഞാൻ പറയാം. नंबर 1 लिखा हुआ है, सेकंड चैप्टर में लिखा हुआ है योग में. രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. उसके 3 दोस्त देखने के लिए आए. 3 കൂട്ടുകാർ കാണാൻ കടന്നു വന്നു. देखा कि दूर बैठा हुआ है योग, दूर बैठा हुआ है. യോബ് ദൂരെ ഇരിക്കുന്നു. दूर देखा तो समझ नहीं आया कौन है. ദൂരെ കണ്ടപ്പോൾ മനസ്സിലായില്ല അത് ആരാണ്. समझ में नहीं आया कौन है. മനസ്സിലായില്ല ആരാണ്. दूर बैठा मेरा दोस्त है. ദൂരെ ഇരിക്കുന്ന പക്ഷേ കൂട്ടുകാരനാണ്. समझ में नहीं आया. മനസ്സിലായില്ല ആരാണ്. आई बॉल्स बाहर है. കണ്ണിന്റെ ഐബോൾസ് പുറത്തു വന്നു. बॉडी में से पुഴുക്കൾ ഇങ്ങനെ worms घूम रहा है. शरीर से कीड़े बाहर आने लगी. वैसा मनुष्य बैठा हुआ है. അങ്ങനെ ഒരു മനുഷ്യൻ ദേ അവിടെ ഇരിക്കുന്നു. खुजली कर रहा है. ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. खुजली कर रहा है. ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. बोल प्रभु यू आर गुड. പറയുന്നു കർത്താവേ നീ നല്ലവൻ. इट्स ओके. ചൊറിയുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല, സാരമില്ല. बीच में कीड़ाओं को हटाता है. ഇടയ്ക്ക് ആ കീടയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. यहाँ से हटाएगा, यहाँ से निकल के आएगा. ഇവിടുന്ന് മാറ്റും, ഇവിടുന്ന് അടുത്ത കീട വരും. चोरी പഴുത്തിരിക്കുക. सब पक्का हुआ है. सड़ गया, सड़ गया. എല്ലാം വെന്ത് പഴുത്തിരിക്കുന്നു. ദൂരെ നോക്കുമ്പോൾ जब दूर से देखता है കൃമികൾക്ക് ലൈഫ് കൊടുക്കുന്ന ഒരുവൻ അവിടെ ഇരിക്കുകയാണ്. कीड़ाओं को जीवन देने वाला एक बंदा वहां बैठा है. ദൂരെ നോക്കുമ്പോൾ जब दूर से देखते हैं കണ്ടാൽ ഒരു മൃഗത്തെ പോലെ തോന്നുന്ന ഒരു വ്യക്തി, दिखने में एक जानवर की तरह एक आदमी वहां बैठा है. നാറ്റം ദൂരെ നിന്ന് വരുന്നുണ്ട്. दूर से ही वो दुर्गंध आ रही है. വചനം പറയുന്നു, वचन कहता है ഈ 3 ഫ്രണ്ട്സ് അടുത്തേക്ക് പോയി. ये तीनों दोस्त बाजू में गए, पास गए. വചനം പറയുന്നു वचन कहता है 7 दिन 7 ദിവസം
तीनों दोस्तों ने मुंह नहीं खोला. മൂന്ന് കൂട്ടുകാരന്മാരും വാ തുറന്നില്ല. सुबह शाम दोस्तों ने भी और इयोब ने भी मुंह नहीं खोला. രാവിലെയും വൈകിട്ടും ഇയ്യോബും തന്റെ കൂട്ടുകാരും വാ തുറന്നില്ല. मुंह से शब्द बाहर नहीं आया. വായിൽ നിന്ന് ഒരു ശബ്ദം പുറത്ത് വന്നില്ല. इतना खतरनाक अवस्था. അത്രയും ഭയങ്കരമായ ഒരു അവസ്ഥ. खुजली हो रहा है. ചൊറിയുന്നു, खुजली, बहुत दर्द हो रहा है. ചൊറിയുന്നു, വേദനിക്കുന്നു. और सबसे प्रेम करने वाली पत्नी ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ बोल रही है तेरे पिता को तो छोड़ दे. അവൾ പറയുന്നു നിന്റെ ദൈവത്തെ നീ ഉപേക്ഷിച്ച് കള. अपने खुदा को तो छोड़ दे. നിന്റെ ദൈവത്തെ നീ ഉപേക്ഷിച്ച് കള. उसने तुम्हारे लिए क्या ही किया है. അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? बच्चे मर गए, കുഞ്ഞുങ്ങൾ മരിച്ചു, सब नाश हो गए. എല്ലാം നശിച്ചു. जिसको मैंने पैदा किया था ഞാൻ ജനിപ്പിച്ച കുഞ്ഞുങ്ങൾ सब लोग मर गए. എല്ലാവരും മരിച്ചു. और तुम देखो നീ അത് നോക്ക്, तुम्हारे शरीर पे क्या निकल रहा है. നിന്റെ ശരീരത്തിൽ എന്താ പുറത്ത് വരുന്നത്? अय्यूब खुजली कर रहा है. അയ്യൂബ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നും മിണ്ടിയില്ല. കുച്ച് നഹി ബോല. तीसरी बात, മൂന്നാമത്തെ കാര്യം, अय्यूब गया आश्वासन पाने के लिए गया. അയ്യൂബ് പോയി ആശ്വാസം പ്രാപിക്കുവാൻ വേണ്ടി പോയി. जब हमको दुख होता है നമുക്ക് ദുഃഖം വരുമ്പോൾ हम जाते हैं बेडरूम में. നാം പോകും ബെഡ്റൂമിൽ. हम अपने तकिए को लेते हैं, നമ്മൾ തലയിണ എടുക്കും, हम उसको हग करते हैं, है ना. അതിനെ കെട്ടിപ്പിടിക്കും. ऐसा करते हैं ना, അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, करते हैं ना. അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. जब सब हाथ छोड़ दे എല്ലാം നമ്മൾ കൈ ഉപേക്ഷിച്ച് കളഞ്ഞാലോ, और प्रभु ने हाथ छोड़ दिया, ऐसा फीलिंग होता है. ദൈവമേ നീ എന്നെ വിട്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്ത വരാറുണ്ട്. ऐसा फीलिंग, प्रभु तूने हाथ छोड़ दिया मेरा. കർത്താവേ നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞോ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ടല്ലോ അല്ലേ. ऐसा लगता है ना. उसने हाथ छोड़ दिया അവൻ കൈ വിട്ടു, और एक पिल्लो का जाके हक करते हैं. ഒരു തലയിണ എടുത്ത് കെട്ടിപ്പിടിച്ചു. वचन लिखा हुआ है, വചനത്തിൽ എഴുതിയിരിക്കുന്നു, अय्यूब भी गया अपने बेड पर. അയ്യൂബും പോയി അവന്റെ കിടക്കയിൽ. उसके साथ में लिखा हुआ है अय्यूब 7 के 13 और 14 में, അയ്യൂബ് 7:13-14. जब मैं अपने बिस्तर पे गया ഞാൻ എന്റെ കിടക്കയിൽ പോയപ്പോൾ ताकि मैं कुछ आराम पा पाऊं. 7 का ആശ്വാസം പ്രാപിക്കേണ്ടതിന് 7 वचन खोलिए, मैं हमको पढ़ेंगे. हाँ, जब मैं सोचता हूं कि मुझे खाट पर शांति मिलेगी, यस, എന്റെ കട്ടിൽ എനിക്ക് ആശ്വസിപ്പിക്കും എന്ന് ഞാൻ കരുതിയപ്പോൾ, जब मैं सोचूंगा मेरा तकिया मुझे आश्वासन देगा, ഞാൻ കരുതി എന്റെ തലയിണ എനിക്ക് ആശ്വാസം क्या लिखा है നൽകും. बहन आगे, मेरे बिछौने पर मेरा बोझ हल्का होगा. 7वां अध्याय है. എന്റെ മെത്ത എന്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, हाँ, आगे. ओह, तब നീ സ്വപ്നം കൊണ്ട് you terrify me with the dreams. എന്നെ അരട്ടുന്നു. तुम्हारे दर्शनों से मैं भयभीत हो जाता हूं. ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു. मैं कहां पे जाऊं परमेश्वर. ഞാൻ എവിടെ പോകും കർത്താവേ? मेरा लास्ट रिजॉर्ट तकिया है मेरा. എന്റെ അവസാനത്തെ ആശ്രയം ആ തലയിണയായിരുന്നു. मेरे शरीर से पूरा पस निकल रहा है. എന്റെ ശരീരത്തിൽ നിന്ന് ആ പസ് ഇളകുന്നു. मेरा बेडशीट पूरा खराब हो गया. എന്റെ ബെഡ്ഷീറ്റ് മുഴുവനും അഴുക്കായി, लेटने लायक नहीं है. കിടക്കാൻ പോലും പറ്റത്തില്ല. लेकिन तकिया लेकर പക്ഷെ തലയിണ നോക്കിയിട്ട് अपने मुंह पे रखकर जब हम रोते हैं, നാം തലക്ക് മുഖത്തോട്ട് ചേർത്ത് വെച്ച് കരയുമ്പോൾ, यो बोल रहा है you terrify me. യോബ് പറഞ്ഞു നീ എന്നെ ഭയപ്പെടുത്തുന്നു. भयभीत करने वाला सपना दिखाता है. ഭയപ്പെടുത്തുന്ന സ്വപ്നം എന്നെ കാണിക്കുന്നു. इसके बीच में भी इयोब प्रभु से कुछ नहीं किया. അതിന്റെ മധ്യത്തിലും യോബ് ദൈവത്തോട് ചോദ്യം ചോദിച്ചില്ല. हाँ, that's why we sing. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപയന്മേൽ പകരണമേ. ആമേൻ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപയന്മേൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്തൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. ആമേൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിട
വാർത്തെടുക്കണേ. ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ മെനഞ്ഞിടണമേ. വാർത്തെടുക്കണേ. ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു. ആമേൻ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ. തിരുഹിതം പോലെ നയിക്കണമേ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ. തിരുഹിതം പോലെ നയിക്കണമേ. ജീവിതപാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും ജീവിതപാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേനാകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങയുടെ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രം അങ്ങയുടെ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. हमारा प्रार्थना ये होना चाहिए. പ്രകാരമായിരിക്കണം. വിശുദ്ധ ജീവിതം വളരെ ആവശ്യമാണ്. पवित्रता का जीवन बहुत ही महत्व है. ചോദ്യം ചെയ്യാതെ പാനം ചെയ്യണം. बिना पूछताछ किए हुए उसे प्राप्त करना है. ആമേൻ. അവിടെയാ സമാധാനം ഉള്ളത്. वो वहाँ पर शांति को प्राप्त करता है. ആമേൻ. യേശു നമ്മുടെ കൂടെ വരുന്നത് ചോദ്യം ചെയ്തില്ലെങ്കിലാണ്. यीशु हमारे साथ जो आता है वो प्रश्न नहीं करता है. അവൻ യേശു ശിഷ്യന്മാരെ പടകിൽ കയറ്റി വിട്ടു. यीशु चेलों को नाव पर छोड़ दिया. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5 रोटी से 5000 को खिलाया. ഈ മലമൻ നിങ്ങൾക്ക് അറിയാമല്ലോ. 1000 മടങ്ങ് കൊടുത്തു. 1000 गुणा दिया. ഉച്ച കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ പടകിൽ കയറ്റി വിട്ടു. जब दोपहर हो गया तो चेलों को नाव पर छोड़ दिया. കേൾക്കണം. അവര് പടകിൽ കയറിപ്പോയി. वो नाव पर चले गए. യേശു നടന്നത് മുന്നോട്ട് പോയി. यीशु चलकर आगे गया. യേശു പ്രാർത്ഥിക്കാൻ പോയി. അവർ പടകിൽ കയറി മുന്നോട്ട് പോയി. यीशु प्रार्थना करने गया और वो चेले नाव पर गए. മർക്കോസ് 6-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു. मरकुस 6वां अध्याय पर कहता है. അതിന്റെ 45-ാം വാക്യം മുതൽ വായിക്കുന്നു. അവർ പടകിൽ കയറി മുന്നോട്ട് പോയി. उसका 45 में लिखा है कि वो नाव पर चढ़कर आगे गए. Amen. And 46. When he had sent them away, he went on the mountain to pray. जब उन्होंने उस वहां से भेज दिया तो प्रार्थना करने के लिए चले गए. നോക്കണം. യേശു
പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി ശിഷ്യന്മാര് വെള്ളത്തിൽ ബോട്ടിൽ കയറിപ്പോയി. यीशु प्रार्थना करने के लिए गया और चेले नाव पर चले गए. जब प्रभु यीशु प्रार्थना करने के लिए पहाड़ पर गया, इनके साथ यीशु नहीं था. सुनिएगा. Amen. यस, उस समय ആ സമയം അടുത്ത വാക്യം പറഞ്ഞ അഗला वचन लिखा हुआ है, അടുത്ത വാക്യത്തിൽ പറയുന്നു, and वहां लिखा हुआ है कि and when evening had come, शाम आया. വൈകുന്നേരമായപ്പോൾ अराउंड शाम के 5-6 बजे ഏകദേശം വൈകിട്ട് 5-6 മണിയുടെ സമയം शाम आया. उस समय बहुत जबरदस्त आंधी आया. വലിയ सुनिएगा. കൊടുങ്കാറ്റ് വന്നു. And he was alone on the land. അവൻ അവിടെ തനിച്ചായിരുന്നു. यीशु प्रार्थना करने के लिए गया. യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. चेले बहुत भयंकर आंधी में आ गए. ശിഷ്യന്മാർ ഭയങ്കരമായ കൊടുങ്കാറ്റിൽ പെട്ടു. अगला वचन लिखा हुआ है, അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, and he saw them toiling. प्रभु यीशु ने देखा कि वो लोग बहुत मेहनत कर रहे हैं बचने के लिए. യേശു കണ്ടു അവർ കഷ്ടപ്പെടുന്നു രക്ഷപ്പെടാൻ വേണ്ടി. वो चप्पू चला रहे हैं, चप्पू. They are rowing the boat. അവർ പടക് हाँ, തുഴയുന്നു. वो चप्पू चला रहे हैं. चप्पू बोलते हैं हम बनारस में, चप्पू. അവൻ ആ പടക് തുഴയുന്നു. They are rowing and toiling, hard work कर रहे हैं. അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. शाम से शुरू किया hard work करना, വൈകിട്ട് മുതൽ തുടങ്ങി അധ്വാനിക്കുവാൻ. लेकिन हवा उनके खिलाफ खड़ा हो गया. പക്ഷേ കൊടുങ്കാറ്റ് അവർക്ക് എതിരായി വന്നു. और क्या हुआ? എന്നിട്ട് എന്ത് സംഭവിച്ചു? चौथे पहर, फोर्थ वॉच में, നാലാം നാളിൽ, मतलब कि चौथे वॉच, नालाम यामत, പഹർ, हाँ, നാലാം യാമത്തിൽ, चौथे पहर तक, നാലാം യാമത്തിൽ, चौथे पहर तक प्रभु यीशु को देखता रहा. നാലാം യാമം വരെ യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നു. यीशु पहाड़ पर യേശു പർവ്വതത്തിൽ, और सारे चेले बोट में. ബാക്കി ശിഷ്യന്മാർ എല്ലാം ബോട്ടിൽ. चौथे पहर पे നാലാം യാമത്തിൽ यीशु पानी पर चल के, അമ്മൻ, യേശു വെള്ളത്തിൽ മീതെ നടന്നു. चौथे पहर तक നാലാം യാമം വരെ यीशु बाट वेट करता रहा. യേശു വെയിറ്റ് ചെയ്തിരുന്നു. आपके आखिरी मोमेंट तक यीशु वेट करेगा. നിങ്ങളുടെ അവസാന നിമിഷം വരെ യേശു വെയിറ്റ് ചെയ്യും. और जब आप हारने वाले होंगे, നിങ്ങൾ തോൽക്കാറാകുമ്പോൾ, आप जब हारने वाले होंगे, നിങ്ങൾ തോൽക്കാറാകുമ്പോൾ साइंस को डिस्प्रूव करते हुए यीशु पानी पर तुम्हारे चल के आएगा. സയൻസിനെ ഒക്കെ മാറ്റിക്കൊണ്ട് അവൻ വെള്ളത്തിന്റെ മേൽ നടന്നു വന്നു. साइंस को डिस्प्रूव करेगा. സയൻസിനെ ഡിസ്പ്രൂവ് ചെയ്തു. तुम्हें बनाने के लिए, നിന്നെ പണിയേണ്ടതിന്, तुम्हें मोल्ड करने के लिए, നിന്നെ മോൾഡ് तुम्हें ചെയ്യേണ്ടതിന്, अच्छा करने के लिए നിന്നെ നല്ലതാക്കേണ്ടതിന് यीशु सारे साइंस को डिस्प्रूव करेगा. യേശു സകല സയൻസിനെയും ഡിസ്പ്രൂവ് ചെയ്യും. पत्रोस के लिए यीशु ऐसा किया. പത്രോസിന് വേണ്ടി യേശു അങ്ങനെ ചെയ്തു. सब कुछ अगेंस्ट साइंस. സയൻസിനെല്ലാം വിരുദ്ധമായി. यीशु ने बोला, യേശു പറഞ്ഞു, बिफोर द कॉक क्रोस ट्वाइस, കാക്ക കൂവുന്നതിന്, കോഴി കൂവുന്നതിന് മുമ്പ് you will deny me thrice. നീ എന്നെ 3 വട്ടം തള്ളി പറയും. क्या मालूम है कब ये मुर्गे ने बांग दिया? നിങ്ങൾക്കറിയാമോ എപ്പോഴാണ് ആ കോഴി കൂവിയത്? थर्ड वॉच में, മൂന്നാം യാമത്തിൽ. मतलब कि 12 रात के 12 बजे और 3 बजे के बीच में. രാത്രി 12 മണിക്ക് ശേഷം മൂന്നാം യാമത്തിന് മുൻപിൽ. अब मुर्ग कभी ऐसा बांग नहीं देता उस समय. ആ സമയത്ത് കോഴി ആ സമയം കൂവാറില്ല. यूजुअली एक मुर्ग या एक कॉक या एक मुर्गा बांगता है फर्स्ट लाइट ऑफ द डे. സാധാരണ ഈ കോഴി കൂവുന്നത് വെളുപ്പാൻ രാവിലെയാണ്. सुबह होते ही ये बांग देता है. രാവിലെയായി വരുന്ന സമയത്ത് ഈ കോഴി കൂവും. പണ്ടത്തൊക്കെ അലാം അങ്ങനെയായിരുന്നു. पुराने जमाने का अलार्म भी वैसा ही था. നമുക്ക് ഒത്തിരി അലാം ഉണ്ട്. हमें बहुत अलार्म है आज. ഒന്നടിക്കും, 1 बजेगा, സ്നൂസ് ചെയ്യും. स्नूज कर देते हैं. അടുത്തടിക്കും, दूसरा बजेगा, അതും സ്നൂസ് ചെയ്യും. उसको भी स्नूज कर देते हैं. പിന്നെ 8:45, 8:55, 9 o'clock, 9 to 9:30. 8:45, 8:50, 8:55 ऐसे ऐसे हम अलार्म रखते हैं. ചിലർ ഇത് കഴിഞ്ഞു ഉറങ്ങും. उसके बाद भी सो जाते हैं. हाँ, लेकिन പണ്ട് അങ്ങനെയല്ലായിരുന്നു. लेकिन पहले ऐसा नहीं था. കോഴി ഒന്ന് കൂവും എഴുന്നേക്കും. मुर्गा जो है वो एक बार बांग देती है और लोग उड़ जाते हैं. ചിലരൊക്കെ ചിരിക്കുന്നു ഇവിടെ ഇരുന്ന്. कुछ लोग हंस रहे हैं. ചിലപ്പോൾ അവർ അങ്ങനെയാണോ സംശയമുണ്ട്. ऐसा है इसलिए. अलार्म लगा के सोते हैं आराम से, बार बार लगाते हैं ऐसा. अब കോഴി കൂവി അപ്പോഴാണ് मुर्ग जो है उस टाइम पे बांग दिया जाता था. പത്രോസിനെ തിരിച്ചു വിളിക്കാനായിട്ട്, पत्रोस को वापस बुलाने के लिए, പത്രോസിനെ പാപത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാനായിട്ട് पत्रोस को अपने पाप से वापस बुलाने के लिए യേശു കോഴിനെ നേരത്തെ എഴുന്നേൽപ്പിച്ചു. आमेन. यीशु ने उस मुर्गी को जल्दी उठा दिया. എടാ കോഴിയെ നീയെങ്കിലും പറ. मुर्गी एटलीस्ट तुम तो कहो. എടാ നീയെങ്കിലും പറ. अरे तुम तो कहो. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. मेरे कहने से वो नहीं सुन रहा. കോഴി പറയും രാവിലെ ആയില്ലല്ലോ.
मुर्गी ने कहा कि सुबह तो हुआ ആ नहीं, കുഴപ്പമില്ല, നീ അങ്ങ് എഴുന്നേക്ക്. चलेगा तो उठ जा। ഇവൻ ഭയങ്കര മൂശായിട്ട് സ്വഭാവമാണ്. ये बहुत ही स्टबबोर्न था, ഈ അവൻ എന്തേലും അനുസരിക്കത്തില്ല. ये कुछ भी बोलो तो मानता नहीं है। ഞാൻ പറഞ്ഞു നീ വെള്ളത്തിൽ നടന്നു വാ. അവൻ मैंने നടന്നു कहा വന്നു. कि तू पानी पर चल के, वो चल कर आया। വരുന്ന വഴിക്ക് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. आते रास्ते में उसने उधर इधर അവൻ ताका, മുങ്ങിപ്പോയി. वो डूब गया। ഞാൻ കയറി പിടിച്ചു. मैंने उसे पकड़ लिया, പിന്നെ ഞാൻ അധികാരം കൊടുത്തു. मैंने उसे अधिकार दिया। അമ്മ പറ യേശുവേ നീ മരിക്കല്ലേ കേട്ടോ. फिर भी वो कहते हैं कि यीशु तू मरना नहीं। എന്ത് പറഞ്ഞാലും തിരിച്ചേ പറയത്തുള്ളൂ. कुछ भी कहो तो उल्टा जवाब ही देता है। അവസാനം നീ ഒരു ആശ്രയം अभी आखिर में तू ही एक आश्रय എന്ന് है। പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർത്താവ് പക്ഷേ എന്റെ വഴികൾ മനോഹരമാ. मैं जो करता हूँ राह, जो रास्ता है वो मनोहर है। കാരണം അവനെ പഠിപ്പിക്കാൻ ഏറ്റവും താണനെ യേശു ചൂസ് ചെയ്തു. क्योंकि पत्रस को सिखाने के लिए सबसे जो छोटा था उसको यीशु ने चुन लिया। സമയം മാറി രാത്രി 2 മണിക്ക് കണ്ട് കോഴി കൂയി. समय बदल गया, ऑलमोस्ट 2 बजे के आसपास मुर्ग जो है बांग दिया। ഒരു പ്രാവശ്യം കൂയി അവന് മനസ്സിലായില്ല. एक बार वो बांग दिया, वो पत्रस समझा नहीं। പക്ഷെ വീണ്ടും സമയത്തിന് മുൻപ് കൂയി. दूसरी बार समय के पहले बांग दिया, പേടിച്ചു. वो डर गया, രാത്രി പേടിച്ചു പോയി. वो रात को डर गया। ചിലർ രാത്രി പേടിക്കാറുണ്ട്. कुछ रात को डरते हैं, ചിലർ രാത്രി പേടിക്കാറുണ്ട്. कुछ लोग रात को डरते हैं। रात में 2 बजे आवाज आता है, "हे पप्पू." रात को 2 बजे आवाज आता है, हाँ ए पप्पू। ऐसा आवाज आता है ना? उठो उठो बोलते हैं. ഇങ്ങനെ ശബ്ദം വരാറുണ്ട്, डर जाते हैं सुन के. രാത്രി പേടിക്കാറുണ്ട്। बोलते हैं, तो आवाज आता, पीछे से आवाज आता है. നമ്മൾ രാത്രി ഇങ്ങനെ പേടിച്ച് ശബ്ദം വെച്ച് എണീക്കാറുണ്ട്। उठ के बोलते हैं, कौन है? എണീറ്റിട്ട് ചോദിക്കും ആരാ ആരാ ആരാ। फिर बच्चे उठो. പിള്ളേരെ എണീപ്പിക്കും। मैं रात में डर गई थोड़ा सा. ഞാൻ രാത്രി പേടിച്ചു, स्वप्न देख लिया. ഞാൻ സ്വപ്നം കണ്ടു। पता है क्यों? എന്താണെന്നറിയാമോ? रात में सोते कैसे हैं पता है? രാത്രി ശാന്തമായി ഉറങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? सीरियल देख के. സീരിയൽ കണ്ടുകൊണ്ട്। उसमें सास बहू में लड़ाई हो रहा है. അതിനകത്ത് അമ്മായി അമ്മയും മരുമകൾ തമ്മിൽ അടിയാണ്। सास ने बहू को मारा. അമ്മായി അമ്മ മരുമകളെ അടിച്ചു। रात के दिन में बहू ने इसको मारा. രാത്രി മരുമകളെ അമ്മായി അമ്മയെ അടിച്ചു। चाड़ी എഴുന്നേറ്റ്. डर के उठ गई, अरे यो मुझे मार दिया उसने मुझे. अरे उसने मुझे मार दिया, എന്നെ അടിച്ചു। हाँ क्योंकि रात में देखते हैं ये सब. क्योंकि രാത്രി ഇതൊക്കെ കണ്ടാണ് കിടക്കുന്നത്। പക്ഷേ വചനം വായിക്കുന്നവൻ, बट जो वचन पढ़ता है, യഹോവയെ ആശ്രയിക്കുന്നവൻ, जो यहोवा पर भरोसा അവൻ रखता है, ഭയപ്പെടുകയില്ല. वो भयभीत नहीं അവൻ होगा। രാത്രി മാത്രമല്ല, वो केवल रात को ही नहीं, പകലും दिन में भी, ഉച്ചയ്ക്കും दोपहर में അവൻ भी, എന്ത് പറഞ്ഞാലും कभी भी हो, എന്ത് പറന്നു വന്നാലും कुछ भी उड़ कर आए, എന്ത് അസ്ത്രമായാലും कितना बड़ा भी ഏത് തന്ത്രമായാലും जो भी हथियार आपके ഏത് विरुद्ध में आए, മന്ത്രവാദമായാലും जो भी शैतान की അവൻ शक्ति ഏത് आपके विरुद्ध में आए, രോഗമായാലും जो बीमारी आपके ഏത് विरुद्ध में आए, ബാധയായാലും जो बाधा आपके ഏത് विरुद्ध में പീഡ आए, जो ആണെങ്കിലും पीड़ा आपके विरुद्ध അവൻ में आए, സാമ്പത്തിക പ്രയാസമാണെങ്കിലും कितनी बड़ी ആമേൻ വചനം परेशानी आ जाए, പറയുന്നു, even though I walk वचन कहता है भले ही through the valley of shadow of death, मैं उस मृत्यु की घोर अंधकार की तराई में होकर चलूं, I will fear no evil. मैं भयभीत नहीं നമുക്ക് होगा। എഴുന്നേക്കാമല്ലോ, പ്രാർത്ഥിക്കാം. हम उठेंगे, प्रार्थना करेंगे। ഹല്ലേലൂയ. കൊയർ ഒന്ന് റെഡി ആയിരിക്കണം കേട്ടോ. कोयर रेडी रहे। നിങ്ങളൊന്ന് ആത്മാവിലൊന്ന് ഓക്കെ ജസ്റ്റ് ഒന്ന് കൊയർ ഒന്ന് ബി ഇൻ ദി സ്പിരിറ്റ്. ഓക്കെ നമുക്ക് ദൈവ പ്രവൃത്തി കാണാൻ പോകുകയാണ്. हम कुछ अद्भुत कामों को देखने ആമേൻ. वाले ഹല്ലേലൂയ. हैं। हालेलुया। ആമേൻ. യേശു ദൂരെ നോക്കി. यीशु दूर से देखा, നാലാം വാച്ച് വരെ യേശു നോക്കി. नालाम याम चौथा पहर तक यीशु ने देखा। കം യേശു നോക്കിക്കൊണ്ടേയിരുന്നു. यीशु देखता ही रहा। യേശു കൈവിടുന്ന കർത്താവല്ല കേട്ടോ. यीशु हाथ छोड़ने वाला परमेश्वर नहीं। പലപ്പോഴും യേശു ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. कई बार यीशु हमें दूर से देखता है। പ്രശ്നത്തിൽ നീ തോക്കാറാകുമ്പോൾ, जब अपनी परेशानी में जब तू हारने वाला रहेगा, സഹിക്കുന്നതിന്റെ ലെവൽ എത്തുമ്പോൾ, जब तू सहने से उस पार तक पहुंचेगा, യേശു നിനക്ക് വേണ്ടി വെള്ളത്തിന് മീതെ നടന്നു വരും. यीशु तेरे लिए पानी के ऊपर से चल कर നമ്മൾ आएगा। വായിക്കുന്നുണ്ട് ശിഷ്യന്മാരുടെ കാര്യം. എമോസിലെ ശിഷ്യന്മാരെ വായിക്കുന്നുണ്ട്. हम चेलों के बारे में पढ़ते हैं। ആമേൻ. അവർ പോകുക എമോസിലേക്ക്. वो जा रहा है एमोस की ओर। അവര് പേടിച്ചിരിക്കുകയാണ്. वो लोग डर कर बैठे हैं, കാരണം അവര് കേട്ടു, ഭയങ്കര വാർത്ത കേട്ടു. क्योंकि उन्होंने सुना, बहुत बड़ी भयंकर खबर യേശു सुना। ഉയർത്തെഴുന്നേറ്റു. यीशु जी उठा, സംഭവങ്ങൾ നടക്കുന്നു. कुछ हो रहा है, ഭൂമി കുലുങ്ങി. भूमि ആമേൻ. हिल रही है, ദേവാലയത്തിന്റെ ഇത് കീറിപ്പോയി. आराधनालय का पर्दा फट गया। അവര് പേടിച്ച് നടന്നു പോകുകയാ. वो डर कर आगे गए, പോകുന്ന ഭയപ്പെട്ട് നടന്നു പോകുന്ന വഴിക്ക് वो डर कर जब आगे जा रहे थे, കൂടെ ഒരാൾ നടന്നു വരികയാ. साथ में एक व्यक्ति चल रहा है। ആമേൻ. അവർ ആരും മനസ്സിലായില്ല. उसे समझा नहीं कि वो कौन പക്ഷേ है, യേശു മനസ്സിലായി, ഇവരെ പേടിച്ചോന്ന് മനസ്സിലായി. लेकिन यीशु समझा कि वो कौन है। യേശു എന്ത് ചെയ്തു? यीशु ने क्या किया? യേശു വചനം എടുത്ത് പറഞ്ഞു. यीशु वचन लेकर कहा। വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ जब वो वचन कह रहा था, അകത്തെന്തോ കത്തുന്നുണ്ട്. अंदर कुछ जल रहा പക്ഷെ है, മനസ്സിലായില്ല, ആദ്യം മനസ്സിലായില്ല. लेकिन पहले समझा नहीं। വീട്ടിൽ എത്തി.
घर पहुंच गया, യേശു അപ്പം നുറുക്കി. यीशु रोटी तोड़ा। ആ സമയത്ത് മനസ്സിലായത് യേശു ആയിരുന്നു. उस समय पर समझा कि यीशु कौन യേശു है। അപ്പം നുറുക്കിയപ്പോൾ यीशु മനസ്സിലായി जब रोटी तोड़ा तब समझा ഓ കൂടെ യേശു നടന്നു വന്നെന്ന്. कि अरे यीशु मेरे साथ चल रहा അന്നേരം था। പറഞ്ഞു വഴി നടക്കുമ്പോൾ जब वो रास्ते पर चल रहा था, അകത്ത് തീ കത്തുമായിരുന്നു. ഓ अग्नि जल रही थी। അകത്ത് I can feel the power of God in my ओ body. रबा शेख ഓ, हेरे അവൻ നടന്നു रबा പോകുമ്പോൾ रबा। वो जब चल रहा था, യേശുവിന്റെ ഫയർ കത്തുമായിരുന്നു. यीशु का फायर जल रहा അവൻ था। യേശു വിട്ടെന്ന് തോന്നി. यीशु में ऐसा लगा, യേശു മരിച്ചു പോയെന്ന് തോന്നി. यीशु मर गया ऐसा लगा। ഈ പറഞ്ഞവൻ കള്ളമായിരുന്നു തോന്നി. ये सब जो सुना वो झूठ है, मुझे ऐसा അവൻ लगा। പല പ്രോമിസസ് കേട്ടു. कई वादा हमने सुना है, പക്ഷെങ്കിൽ കേട്ടതല്ല നടക്കുന്നില്ലല്ലോ. लेकिन जो सुना है वो कुछ हो नहीं रहा। ആമേൻ. യേശു വിട്ടും തോന്നിയെടുത്ത്, यीशु ने जहां पर भेजा, യേശു കൈവിട്ടും തോന്നി यीशु जहां पर लगा कि मेरा हाथ छोड़ दिया, അവിടെ യേശു നിന്റെ കൂടെ നടക്കുമായിരുന്നു. वहां यीशु तेरे साथ चल रहा ആമേൻ. ഒരു था। കാര്യം നീ ഓർത്തോണം, एक बात आप जरा याद करें, ഇന്ന് നീ ഭയപ്പെടുവാതെങ്കിൽ यदि आज तू भयभीत होगा तो നിന്റെ കൂടെ ഒരു ശക്തി നിപ്പുണ്ട്. तेरे साथ एक शक्ति खड़ी है। അവന്റെ പേര് യേശു ക്രിസ്തു. उसका नाम है यीशु मसीह। ആമേൻ. ഭയത്തിന്റെ മീതെ നടക്കുന്ന യേശുവാണ്. ഭയത്തിന്റെ മീതെ, भय के ऊपर चलने वाला यीशु है। ഭയത്തിന്റെ മീതെ യേശു നടക്കുകയാണ്. भय के ऊपर से यीशु मसीह चल रहा ആമേൻ. है। ഈ ഭയത്തിൽ കൂടെ പുറത്തു വരുമ്പോൾ जब ये भय से आप बाहर आओगे, അന്ന് മനസ്സിലാകും उस दिन समझोगे അകത്ത് ഒരു തീ കത്തുമായിരുന്നു. अंदर एक अग्नि जल रही थी। ഈ आमेन। തീ കത്തി തുടങ്ങിയാൽ यदि तो आप जलने लगोगे, നിന്റെ പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവും. आपकी पर्सनालिटी बदल जाएगा। പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവും. आपकी पर्सनालिटी बदल ആമേൻ. जाएगा। റഖോ ശംദാനാസിയ വൈക്കർ റഹാനഗഷിയ അസ്തേ റഗംദിയാസിയ അസ്തിനാം റഗഷിയാദനഗസിയ